കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം. ഞാൻ ആദ്യം എന്നെ പ്രതിയാക്കുക. പൗലോസ് പറഞ്ഞല്ലോ, ആ പാപികളിൽ എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ പ്രതി ഞാനാ. നമുക്കെല്ലാം ഓരോരോ തോന്നലുകളുണ്ട്, നമുക്കെല്ലാം ഉണ്ട്. അതെ, ഒന്നാമത്തെ പ്രതി ഞാനാ. ആത്മീക ലോകത്ത് ഞാനാണ് മിടുക്കൻ. അത് ചുമ്മാ ഇരിക്കുമ്പോൾ തോന്നുന്നതാ. ഇപ്പോൾ കൺവെൻഷൻ വേദികളിൽ തിളങ്ങി നിൽക്കുന്നയാള് ഞാനാ, തോന്നലാണ്. ഈ സെന്ററിൽ നന്നായിട്ട് വചനം പ്രസംഗിക്കുന്നത് ഞാനാ, ഓരോ തോന്നലാ. നമ്മളല്ല, പക്ഷെ നമുക്കങ്ങ് തോന്നുക. ഈ സഭയിലെ നമ്പർ 1 കുടുംബം ഞാനാ, നമുക്കങ്ങ് തോന്നുക. അങ്ങനെ ഓരോരോ തോന്നലുകൾ. ഇപ്പൊ ഉള്ളതിൽ എനിക്കാണ് കൂടുതൽ വാക്യം മനപ്പാഠം അറിയാവുന്നത്, നമുക്ക് തോന്നല. ഏലിയാവിന് ഇങ്ങനൊരു തോന്നലുണ്ടായിരുന്നു, ഞാൻ ഒരുത്തം മാത്രം. അന്നേരം ദൈവം എന്നാ പറഞ്ഞേ? ഒന്നും വേണ്ടിയില്ലേ? ദൈവം എന്തേലും പറയട്ടെ, നമുക്ക് എന്നാന്നായിരിക്കും. നീ അറിയാത്ത 7000 പേരപ്പുറമുണ്ട്. എനിക്ക് നിങ്ങൾക്കും എല്ലാം ഇങ്ങനെ തോന്നും, നമ്മൾ ആ മിടുക്കൻ, എന്നേക്കാൾ മിടുക്കൻ വേറെ ആരുമില്ല. പക്ഷെ നമ്മൾ അറിയാത്ത, ആരും അറിയാത്ത, ആരാരും അറിയപ്പെടാത്ത 1000കണക്കിന് ദൈവമക്കളുണ്ട്. അപ്പൊ ഇങ്ങനെ തോന്നലുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിച്ചോണം, വീഴാതിരിക്കാൻ നോക്കിക്കോണം. ഇങ്ങനെയുള്ള തോന്നലും കൊണ്ട് നടന്നാൽ എവിടെയും നമ്മൾ വീഴും. നമ്മൾ അതിനെ പറ്റിയാ വീഴാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതാണ് ഇന്നത്തെ വിഷയം. സ്തോത്രം. ഇതിപ്പോ ന്യൂ ഇന്ത്യ സഭ ആയതുകൊണ്ട് അങ്ങനെ പറയാം. ന്യൂ ഇന്ത്യ സഭയിലെ ഏറ്റവും വലിയ പ്രസംഗിക്കുന്നയാൾ ഞാനാണ്, നമുക്ക് തോന്നലുണ്ടാകും. ന്യൂ ഇന്ത്യ സഭയിലെ നമ്പർ 1 സെൻട്രൽ പാസ്റ്റർ ഞാനാണ്. തമ്പിച്ചായന്റെ കാലം കഴിഞ്ഞാൽ ഇത് മുഴുവൻ എന്റെ ചുമലിൽ. നിങ്ങൾ പ്രയാസപ്പെടാതെ ഞാനങ്ങ് പറയല്ലേ. സ്തോത്രം. ഇപ്പോൾ ന്യൂ ഇന്ത്യയിലുള്ളതിൽ പരമവിശുദ്ധൻ ഞാനാണ്. ഇതൊക്കെ നമുക്കുണ്ടാകുന്ന തോന്നല. അങ്ങനെയുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചോണം, വീഴാതിരിക്കാൻ നോക്കിക്കോണം. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം, വീരപുമാൻകളിൽ വീണവരിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങളിൽ വീണവരിൽ. യാഗേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമോ, സ്തുത്യർഹമേ തവ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മേക്കാൾ മിടുക്കന്മാർ, ശ്രേഷ്ഠന്മാർ, കഴിവുള്ളവർ, മികവുറ്റവരൊക്കെ വീണുപോയ ഒരാത്മീക ലോകമാണ്. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കാം. ആ ഭാഗത്തേക്ക് വരാം. കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. ഈ 2 ലേഖനവും കൂടെ മൊത്തത്തിലൊന്ന് പഠിച്ചാൽ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വിശുദ്ധിയുടെ വേർപാടിന്റെ ഉപദേശം കൊടുക്കുക. വേർപാടിന്റെ ഉപദേശം.
ഇത് മാസയോഗമായതുകൊണ്ടും അഭിഷിക്ത ദൈവദാസന്മാർ ഉള്ള മാന്യ സദസ്സായതുകൊണ്ട് അവരോടുകൂടെ ചേർന്ന് ശുശ്രൂഷിച്ച് അവർക്കും എനിക്കുമുള്ള ചില ദൂതുകൾ കൊണ്ടാണ്. സഭയ്ക്കകത്ത് വേർപാടിന്റെ ഉപദേശം കർക്കശമായി പറയണം. അത് അത്യാവശ്യ കാര്യമാണ്. ഇപ്പോൾ ആത്മീക ലോകത്ത് വേർപാട് ഉപദേശം നന്നായിട്ട് പലരും പറയുന്നില്ല. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, നന്നായിട്ട് അറിയാം. കാരണം സെക്രട്ടറിയുടെ മകള് ഒരു ചെറിയ കമ്മലിട്ടു, അപ്പൊ പിന്നെ അത് മിണ്ടാൻ ഒക്കത്തില്ല. പ്രഷാറിന്റെ പിള്ളേരെ വഴിവിട്ടു, വിട്ട വിഷയങ്ങളൊന്നും പറയുന്നില്ല, അപ്പൊ ഇനി ആ കാര്യം മിണ്ടാൻ ഒക്കത്തില്ല. സഭയിൽ നല്ലതുപോലെ ദശാംശം തരുന്ന അച്ചായൻ ദേശത്തെ ഒന്നാം കിട ബ്ലേഡാ, അപ്പം 15-ാം സങ്കീർത്തനം മിണ്ടാൻ പറ്റത്തില്ല. അറിയാം, 15-ാം സങ്കീർത്തനം നമ്മുടെ പുസ്തകത്തിൽ ഇല്ലായിട്ടാണോ? 14 കഴിഞ്ഞ ഉടനെ കിടപ്പുണ്ട് 15, പക്ഷെ മിണ്ടാൻ മേല. മാതാപിതാക്കളെ അനാഥാലയത്തിലും മറ്റ് അഭയസങ്കേതത്തിൽ വിട്ട അച്ചായനും അമ്മാമയും സഭയിലെ നെടുന്തൂണ. അപ്പൊ പിന്നെ എഫേസ്യർ 6:1 ഒന്നും പറയാനൊക്കത്തില്ല. നിനക്ക് നന്മയുണ്ടാകണം, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മേ അതും മിണ്ടാനൊക്കുകയല്ല. അപ്പൊ നമുക്കിത് വാക്യമില്ലാഞ്ഞിട്ടോ പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടോ അല്ല. ഞാൻ അവരോ സ്തോത്രം പറയുകയല്ല, നിങ്ങളെങ്കിലും എന്നോടുകൂടെ യോജിച്ച് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ എന്നാ ഒന്നിച്ച് അവന്റെ നാമത്തെ സ്തോത്രം. യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ച് പലരും സഭയിൽ വരുന്നില്ല, മിണ്ടാനൊക്കത്തില്ല. എങ്ങാനും പറഞ്ഞാൽ അതുകൂടെ പിന്നെ കാണുകയല്ല. ഈ 5 എങ്ങനെ ആ തപ്പിയും പെറുക്കിയും തല്ലിയും പൊത്തി ഇവിടെ കൊണ്ടുവന്നെന്നുള്ളത് പണ്ടൊരാൾ പറഞ്ഞ പോലെ വാ കുരിയ വരു കുരിയ വാദപ്പടി മേലിരി കുരിയ അല്ല, പുറകിലൊരാളിരിക്കുന്ന പുള്ളിയുടെ കാര്യമല്ല, വാദപ്പടി ആളിനെ വിളിക്കുക. വാ കുരിയ വരു കുരിയ വാദപ്പടി മേലിരി കുരിയ, ചോറ് തരാം, പാല് തരാം, കല്യാണത്തിന് കാര്യം തരാം, തയ്യൽ മെഷീൻ തരാം അമ്മാമ്മ. ഈ പ്രാവശ്യം നമ്മുടെ സെന്ററിൽ നിന്ന് 3 മെഷീൻ കൊടുക്കുന്നുണ്ടെന്ന് അമ്മാമ്മയ്ക്ക്. ദുരിതാശ്വാസത്തിന്റെ ചില കിറ്റും പുതപ്പും എല്ലാം കൊടുക്കുന്നുണ്ട്. ബാ, അത് തെറ്റാന്നല്ല, നല്ലതാണ്. എന്ത് പരിശ്രമിച്ച 2 ഇതിനകത്ത് കൊണ്ടുവരുന്നേ. എന്തായാലും പിന്നെ ഉപദേശം പറഞ്ഞ ഉള്ളതുകൂടെ. അതുകൊണ്ട് ഈ ചിലയിടത്ത് പാസ്റ്റേഴ്സിന്റെ ഭാര്യമാരും പറയും, നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, നിങ്ങളൊരു നല്ല മെസ്സേജ് പറഞ്ഞാൽ ചങ്ങ് ഇരുന്നാൽ മതി, ഉമ്മ ഇത് കെട്ടിപ്പിറക്കി മാസാമാസം ഓടാനൊന്നും. വേറെ ഉപദേശം പറഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസ്ഫർ വരും. ചിങ്ങമനത്തി എന്ന് പറയും, പുള്ളി എന്നെ ഭയങ്കര ഒരു വല്ലാത്ത രീതിയിലാണ് പുള്ളിയുടെ സംസാരം, അതുകൊണ്ട് എങ്ങനെയും ഇവിടുന്ന് സ്ഥലം മാറ്റണം. ബേഡെടുക്കാൻ ഇവിടെ 6 അല്ല വെള്ളറടെ വന്നേ, ബേഡെടുക്കാം കാസർഗോഡ്. അവിടെ ഉപദേശം പറഞ്ഞാൽ അവിടുന്ന് തട്ടി കാസർഗോഡ് ഇവിടെ വരുന്നതിന് എന്ത് ബന്ധപ്പാടാന്ന് ഓർത്തോണം അല്ലേ. പിന്നെ ഉപദേശം പറഞ്ഞ് ഇവിടുന്ന് ഇനി അടുത്തത് കന്യാകുമാരിയുടെ അങ്ങേ മൊനമ്പില്. അതുകൊണ്ട് ഈ സഹോദരിമാർക്കായി ഈ ട്രാൻസ്ഫറിന്റെ സമയത്ത് ബന്ധപ്പാട് ഇതെല്ലാം അടുക്കണം, പെറുക്കണം, കെട്ടണം. ഒരു ഗ്ലാസ് പോലും പൊട്ടുന്ന അവതുങ്ങൾക്ക് ഇഷ്ടമല്ല. അതെല്ലാം പേപ്പർ അതിനകത്ത് തിരികെ കയറ്റി മടക്കി ഇല്ലേ, പിള്ളക്കല്ല് വരെ കൊണ്ട് നടക്കുക. ഇപ്പൊ പിന്നെ എല്ലാവർക്കും മിക്സി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഈ സഹോദരിമാര് പറയും, നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞിട്ട് ഒരു നല്ലൊരു മെസ്സേജ് അങ്ങ് പറഞ്ഞ് എല്ലാവരും ഒന്ന് ഇളക്കിയ ചങ്ങിരുന്നാൽ മതി. വല്ലച്ചാതി 3 കൊല്ലം എങ്ങനെയും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇത് അഭിഷിക്തന്മാർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, വേറെ പുസ്തകത്തിൽ ഇത് ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ എങ്ങനെയും 2-3 കൊല്ലം ഞാൻ 1-ാം പ്രതി ഞാനാണ് തുടക്കം പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നെ 1-ാം പ്രതി ആക്കണം. ഞാൻ അതിനോട് ഈ മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. ഈ ദൈവദാസന്മാരിലാണെങ്കിലും ഒരു സിംഹഭാഗം ആൾക്കാർക്കും, എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുകയല്ല, അവർക്കും ഈ ശുശ്രൂഷയല്ല പ്രധാന വിഷയം. പലർക്കും എങ്ങനെയും പിള്ളേരെ ഒന്ന് പഠിപ്പിക്കണം, വളർത്തണം, പിള്ളേർക്കൊരു നല്ല ജോലി
കിട്ടണം. ഒക്കുന്നെങ്കിൽ കാനഡയിലോ ന്യൂസിലൻഡിലോ അങ്ങനെയുള്ള തത്തുല്യമായ രാജ്യങ്ങളിലൊന്ന് പിള്ളേർ പോയി, ഇനി പിള്ളേരുടെ ഭാഷ, പിള്ളേർ നല്ല സെറ്റപ്പ് ആയി കഴിയുമ്പോൾ ഞാൻ സഭാ ചാർജ് വിടും. പിന്നെ പിള്ളേരുടെ കൂടെ അയർലൻഡ്, കാനഡ, ന്യൂസിലൻഡ്, എല്ലാവരുടെയും കാര്യമല്ല, നിങ്ങൾ എന്നെ തുറച്ചു നോക്കരുത്. ശൂല്യങ്കാരി പറയും പോലെ എനിക്ക് ഇരുനിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ തുറച്ചു നോക്കരുത്. സിംഹഭാഗം ആൾക്കാരും അതാ. അപ്പൊ അതുകൊണ്ട് ഒരു പൊത്തുപരുത്തത്തിലുള്ള ശുശ്രൂഷയാ പലരും ചെയ്യുന്നത്. നമ്മൾ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ, ഇപ്പം വിശ്രമ ജീവിതമാണ്. ഒത്തിരി ഓടിയതല്ല, ഇങ്ങനെ ഓടിയത് കൊച്ചുങ്ങളെ വളർത്താൻ. ഞാനെന്നാ ഇനി ആ ഭാഗം പറയുന്നില്ല, നമുക്ക് അതങ്ങ് വിട്ടേക്കാം. സ്തോത്രം. പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതിൻ ഉണർവോടെ മുൻപോട്ട് പോകുക, രക്ഷാദൂതിൻ അപ്പൊ ശ്രദ്ധിക്കുക. ദൂരത്തിരുന്ന് കേൾക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ അവരോട്, സുവിശേഷ വേലക്കാരോട് എനിക്ക് പ്രബോധിപ്പാനുള്ളത്, നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ, പിള്ളേരെ നമുക്ക് ദൈവം തരുന്നതാ, ദൈവം ആയുസ്സും ആരോഗ്യം തരുന്നതാ, മക്കളെ യഹോവ തരുന്ന അവകാശ ഉദരബലം ദൈവം തരുന്ന അവരെ വളർത്തണം, പഠിപ്പിക്കണം. അതിനൊന്നും ഞാൻ എതിരല്ല. അതല്ല നമ്മുടെ മെയിൻ വിഷയം. നേതാവിനെ കണ്ട്, അല്ലെങ്കിൽ കൗൺസിൽ മെമ്പറിനെ കണ്ട്, അല്ലെങ്കിൽ തത്തുല്യമായ പദവിലിരിക്കുന്നവരെ കണ്ട് കാല് പിടിച്ചോ, ശയന പ്രദക്ഷിണം നടത്തിയോ, എന്തെങ്കിലും തിരുമുൽ കാഴ്ച കൊണ്ട് വെച്ചോ, ഒരു നല്ല സഭ മേടിച്ച് പിള്ളേരെ പഠിപ്പിച്ച് അവൻ മിടുക്കരാക്കി, മുമ്പേ പറഞ്ഞ പോലെ മറ്റൊരു വിദേശ രാജ്യങ്ങളിൽ അയച്ച്, അതിനൊന്നും ഞാൻ എതിരല്ല. അയച്ച് പിള്ളേരൊന്ന് സെറ്റപ്പ് ആകുമ്പോൾ ശുശ്രൂഷയെല്ലാം നിർത്തി. അതിനല്ല ദൈവം നമ്മെ വിളിച്ചത്. മരണം വരെ ശുശ്രൂഷിക്കണം. ആയുസ്സും ആരോഗ്യ ഓർമ്മയും കെൽപ്പും ഉണ്ടെങ്കിൽ അവൻ ജീവൻ പോകുന്നത് വരെ അവൻ ഈ മഹത്വമുള്ള വേല ചെയ്യണം. സ്തോത്രം, സ്തോത്രം. ഇവിടെ ഈ സുവിശേഷ വേലക്കാർക്ക് ഇവിടെ വിശ്രമമൊന്നുമില്ല. അങ്ങനെ ആരും ധരിക്കരുത്. അവനെല്ലാം വ്യായി കൊണ്ട് കണക്കുക. ഇപ്പൊ വിശ്രമമാണ്. ഇവിടെ എവിടാ വിശ്രമം? ലാസ്റ്റ് ആ ദാനിയേലിനോട് പറഞ്ഞത്, ഇനിയും പോയി നമ്മൾ പകുതി ആകുമ്പോഴേ വിശ്രമത്തിൽ കയറി ഒരു ഈട്ടിക്കട്ടിലും പണത്, അമ്മമ്മോമിന്റെ മെത്ത് മേടിച്ചൊരു 4 തലയണയും വിശ്രമിക്കുക, ജീവൻ പോകുന്നത് വരെ. ഇതാകുന്നു വിശ്രമം, ഇതാകുന്നു സ്വസ്ഥത. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ വേർപാട് ഉപദേശം കർക്കശമായി സഭയ്ക്കകത്ത് പറയണം. വിശുദ്ധിയുടെ ഉപദേശം ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്നൊന്നും വരികയില്ല, എല്ലാവരും ചിലപ്പം സന്തോഷിച്ചെന്നും വരികയില്ല. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചപ്പം പറഞ്ഞു, നിങ്ങൾക്കുമൊക്കെ അറിയാം, ഈ ശരിയായ രീതി പ്രസംഗിച്ച പ്രശ്നമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നോക്കിയാൽ ശരിക്കല്ലേ പ്രസംഗിച്ചത്? അത് മുഴുവൻ പ്രശ്നമായിരുന്നു. കൂക്കുവിളിയും കുറുക്കുവിളിയും, കല്ലെടുത്തെറിയുകയും, ഉടുത്തുണി പറിച്ച് കീറുകയും, കമ്പെടുത്ത് അടിക്കുകയും, കല്ലുകൊണ്ട് എറിയുകയും, എന്തെല്ലാം വൈതരണികളാണ്. തന്നെയല്ല, നന്നായിട്ട് പ്രസംഗിച്ചാലും ആൾക്കാർ പറയും, ഓ അയാൾ വിടുവായ പറയുന്നെന്ന്. അങ്ങനല്ലേ പൗലോസിനെ പറഞ്ഞു, ഈ വിടുവായൻ. അത് പറയാം, മറ്റേ പുള്ളി നല്ല സ്റ്റാൻഡേർഡാ കേട്ടോ, പുള്ളി അല്ല കേട്ടിരിക്കും, നമ്മൾ നല്ല ഒരു സ്കോളറാ. മറ്റേതോ അയാൾ വിടുവായനാണ്, ചുമ്മാ ആവശ്യമില്ലാത്തല്ല. പൗലോസ് ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞു, പക്ഷെ സർട്ടിഫിക്കറ്റ് വിടുവായൻ. വേറൊരു ഭാഗത്ത് ഇവര് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുക, കലക്കുന്നു. ശരിക്കും പ്രസംഗിച്ചാൽ കലങ്ങും. പക്ഷെ ഞാൻ നിങ്ങളും ആരും ശരിക്കും പ്രസംഗിക്കുന്നില്ലെന്നുള്ളതാ സത്യം. ശരിക്കും പ്രസംഗിച്ചാൽ ഈ മാസികത്തിൽ ഇത്രയും പേരിരിക്കുകയല്ല, അടുത്ത പെണ്ണുങ്ങളുടെ മാസികത്തിന് വരുത്തുമില്ല. ആട്ടെ, തന്നെത്താൻ ശോധന ചെയ്യട്ടെ. എന്തായാലും ഒരു കാര്യം മാന്യ ദൈവമക്കളോട് പറയാം, ദൈവദാസന്മാരോട് പറയാം, സഭയ്ക്കകത്ത് കർക്കശമായിട്ട് ഉപദേശം പറയണം.
വേർപാട്. ഈ കാള കളിച്ച് നടക്കുന്നതല്ല ദൈവസഭ. തോന്നുമ്പം വരിക, തോന്നുമ്പം പോകുക, തോന്നുന്നത് പോലെ ജീവിക്കുക, തോന്നുന്നത് പോലെ സംസാരിക്കുക, തോന്നുന്നത് പോലെ പ്രവർത്തിക്കുക, അതല്ല ദൈവസഭ. ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്. അതതിന്റെ അടുക്കിലും ചിട്ടയിലും വേണം പോകാൻ. ആ ഭാഗം വിടുക. അപ്പൊ കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. 1-2 ലേഖനം. പ്രധാനപ്പെട്ട വിഷയം ദൈവമക്കളുടെ വിശുദ്ധീകരണവും വേർപാടും. ഞാൻ സാധാരണ കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഓടിച്ച് പറയാറുണ്ട്, 1-ാം അധ്യായത്തിൽ വിഷയം പക്ഷം പിടിക്കുന്നു. സഭയ്ക്കകത്ത് പക്ഷം പിടിക്കുക. അപ്പൊല്ലോസിന്റെ പക്ഷവും കേബാബിന്റെ പക്ഷവും പൗലോസിന്റെ പക്ഷവും മുഴുവൻ പക്ഷം പിടിക്കുക. സഭകൾക്കകത്തെല്ലാം പക്ഷം പിടിയല്ലേ? മിക്ക സഭകളിലും അങ്ങനെ. അത് ഒരു സമയം നല്ല മിക്കയിടത്തും പക്ഷം പിടിക്കുക. കാശുള്ളവരെല്ലാം കൂടെ ഒരു പക്ഷം, കാശില്ലാത്തവരെല്ലാം കൂടെ ഒരു പക്ഷം, വെളുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, കറുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, ഇരുനിറമെല്ലാം കൂടെ ഒരു പക്ഷം, വിളറിയതെല്ലാം കൂടെ വേറൊരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. സ്തോത്രം. ഞാൻ തമാശൊന്നും അല്ലേ പറയുന്നത്. തിരുവനന്തപുരത്തുള്ളവരെല്ലാം കൂടെ ഒരു പക്ഷം, കോട്ടയത്ത് നിന്ന് വന്നവരെല്ലാം കൂടെ ഒരു പക്ഷം, കിളിമാനൂരിൽ ഉള്ളവരെല്ലാം കൂടെ ഒരു തീരദേശത്തുള്ള ഉള്ളവരെല്ലാം കൂടെ ഒരു പക്ഷം, ഹൈ റേഞ്ചിലുള്ളവരെല്ലാം കൂടെ ഒരു പക്ഷം, ഇടനാടുള്ളവരെല്ലാം കൂടെ. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ നിങ്ങളെല്ലാം കൂടെ ഒത്തോണ്ട് തന്നെ ആക്കുകയാണോ? എല്ലായിടത്തും പക്ഷം പിടിക്കുകയല്ലേ? യാക്കോബായി നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരെല്ലാം കൂടെ ഒരു പക്ഷം, കനാനായി നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരെല്ലാം കൂടെ, എല്ലാവരുടെയും കാര്യമല്ല, ഒരു പക്ഷം, ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരെല്ലാം കൂടെ ഒരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. ഇത് പാടില്ല. നാം ഒരു അപ്പത്തിന്റെ അംശികളാ. ക്രിസ്തു എന്ന ഏക ശരീരത്തിന്റെ അവയവങ്ങളാ. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? ഞാൻ എന്നെ 1-ാം പ്രതിയായിട്ട് ഞാൻ തുടക്കത്തിൽ അതാ പറഞ്ഞു. ഇന്ന് പ്രസംഗിക്കുമ്പം നിങ്ങൾ ഓർത്തണം ആദ്യത്തെ പ്രതി പുള്ളിയാന്ന് ഓർത്തോണം. അങ്ങനെ ഈ പ്രസംഗം കേൾക്കാവൂ, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാകും. അല്ലെ മാസം കഴിഞ്ഞ് പണ്ടൊരാൾ പറഞ്ഞ അടിയന്തരത്തിൽ വന്നേച്ച് മുടിയാന്തരമാകരുത്. അപ്പം ആദ്യത്തെ പ്രതി കാവാലമാന്ന് ചിന്തിച്ച് നിങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കാവൂ. 1-ാം പ്രതി ഞാനാ. സ്തോത്രം. വേട്ടമല പണ്ടൊരു പാട്ട് പാടി, ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. ഇതിന്റെ ശബ്ദം വേണം. ഇത് ചിത്താത്ത. അതിന്റെ കാരണം ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം പറയും, അത് ഭയക്കാതിരിക്കരുത്, വളരെ താത്ത. എന്നാൽ താൻ തന്നെ അങ്ങ് പാടിക്കോ എന്ന് ചിന്തിക്കരുത്, എൻ്റെ കൂടെ നിൽക്കണം. അപ്പം ഈ സംഗീത ശുശ്രൂഷയ്ക്കുള്ള പ്രമാണം ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്കും അറിയാം, അത് ചിലർക്ക് അറിയത്തില്ല. പാട്ടിന്റെ ശബ്ദവും സ്വരവും മേളിൽ നിൽക്കണം. വാദ്യ ഉപകരണങ്ങളുടെ താളവും സ്വരമെല്ലാം താഴെ നിൽക്കാം. അതാ വേദപുസ്തകത്തിൽ ഉപദേശം. ഡ്രം വേണം, സൈഡ് ഡ്രം വേണം, ഹാർമോണിയം വേണം, ഈ കീബോർഡ് വേണം, മൃദംഗം വേണം. എല്ലാ ഉപകരണവും സകല വാദിത്രങ്ങളുമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് ദൈവം ഇഷ്ടപ്പെടുന്നതാ. അല്ലൊരു പഴയ തമ്പേർ ആയിട്ട് ചില സഭയിൽ ചെന്ന ഒരു പഴയ തമ്പേറുണ്ട്, അടിക്കുന്നത് ഒരു വല്യപ്പൻ. അയാൾ ഉമ്മ ഇരുന്ന് പൊത്തോ എന്നങ്ങ് അടിക്കുക. കാരണം ഈ സഭ തുടങ്ങിയ കാലം മുതൽ ഈ തമ്പേർ ഈ ചാക്കോച്ചൻ്റെ ഇല്ല. അയാൾ ഈ കമ്പും തമ്പേറും ആർക്കും കൊടുക്കുകയില്ല. ഇനി ഇയാൾ ചാകാതെ വേറൊരുത്തർ ഇത് കിട്ടുകയില്ല. അത് വെച്ചോ പൊത്തോ പതിനോ ടും 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 ടും. അതാണ് ആ പാട്ട്. ഇതെങ്ങാനും കയ്യിൽ നിന്ന് മേടിച്ചാൽ ഇയാൾ ഇവിടെ കിടന്ന് ഭൂലോക ബഹളോ ഉണ്ട്. അങ്ങനെ മിക്ക സഭയിലും പ്രശ്നം. അപ്പം അത് പാടില്ല. ഞാൻ സഭ ഇപ്പം മാസയോവാനുടെ എല്ലാ സഭക്കാരുമല്ലേ. നമ്മുടെ സഭയിൽ ഓരോ ശുശ്രൂഷയ്ക്കും പ്രാപ്തരായവരുണ്ട്, അവരെ അതേൽപ്പിക്കണം. ചില സഭകളിൽ പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ പാസ്റ്ററുടെ ഭാര്യ പാട്ട് പാടുന്നത്. പാസ്റ്ററുടെ ഭാര്യ പാട്ട് പാടാൻ സ്വരവും ട്യൂണും ഉണ്ടെങ്കിൽ അവർ പാടുന്നത് നല്ലതാ. നല്ല സ്വരവും നല്ല ട്യൂണുമാണെങ്കിൽ അവരെടുത്ത് പാടട്ടെ. എന്നാൽ ചില സഭകളിൽ പാസ്റ്റർമാരുടെ ട്യൂണുമില്ല, തള്ളയ്ക്ക് സ്വരവുമില്ല, ചുമ്മാ മാക്കറി കാറും പോലെ കാറുക, മൈക്കോട്ട് കൊടുക്കുകയില്ല. അതിനകത്ത് നല്ല കഴിവുള്ള സഹോദരിമാരുണ്ട്, അവരുടെ കൊടുക്കുകയില്ല. ഈ തള്ള ചുമ്മാ ഇരുന്ന് എരുമ കാറും പോലെ ഇരുന്നങ്ങ്. അത് പാടില്ല. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, പല ഇടങ്ങളിൽ നമുക്ക് പല കാര്യം അറിയാം. ആ സഭയിൽ നന്നായിട്ട് പാടാൻ കഴിവുള്ള മാന്യ സഹോദരിമാര് കാണും. അവരോട് പറയണം പാടിയാട്ടെ. അതല്ലേ എന്നിട്ട് ആ ശുശ്രൂഷയ്ക്ക്
ഭംഗം വരികയല്ലോ. നമുക്ക് ശുശ്രൂഷ നന്നായിട്ട് നടക്കണം. തമ്പേർ അടിക്കാൻ നല്ല താളത്ത് തമ്പേർ അടിക്കുകയല്ല, തമ്പേർ വായിക്കുക എന്നാ പറഞ്ഞത്. അല്ല ടും നീ കൊട്ടിപ്പോകരുത്. നീ സഭയിരുന്ന് ചുമ്മാ നീ മെനക്കേടൊപ്പിക്കുക. ഞാനങ്ങ് മറന്നുപോയി. തിരുവനന്തപുരത്തിന് കോവളം സൈഡാ, ഞാൻ കൃത്യം സ്ഥലം മറന്നുപോയി. ഇതുപോലൊരു മാസയോഗത്തിന് ചെല്ലുക. ആ ഒരു മെയിൻ പാസ്റ്റർ തമ്പേരടിക്കുന്നത്. അങ്ങേർക്ക് താളോവില്ല, ബോധവുമില്ല, ഒന്നുമില്ല. ആ സഭ വേറെ ഒത്തിരി പേരെടുപ്പുണ്ട്. ഞാനിവിടെ ഉണ്ട്. ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ ചുമ്മാ ടുണ്ടുണ്ടുണ്ട് ഞാനൊന്ന് നോക്കി. അപശ്രുതിക്ക് വായിക്കുന്ന മുഴുവൻ താളമങ്ങ് പോവുക. എനിക്കന്ന് ഈ വലിയ കഴിവൊന്നുമില്ലെങ്കിൽ ഈ താളം തെറ്റിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങ് അസ്വസ്ഥതയാ. എന്നാൽ ഇത് ആർക്കെങ്കിലും കൊടുക്കണ്ടേ കഴിവുള്ള കൊടുക്കുകയല്ല. രണ്ടാമത്തെ പാട്ട് പാടിയപ്പോഴും ഇത് തന്നെ. പിന്നെ ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാൻ തുടങ്ങി. ഞാൻ ചെന്ന് പറഞ്ഞു, നോണ്ടി വെച്ച് ഞാൻ ഇനി തരാൻ പറഞ്ഞു. ഞാനായതുകൊണ്ട് പുള്ളി തന്നു. ഇല്ല, പുള്ളി ആർക്കും കൊടുക്കുകയല്ല. അതിന് മേടിച്ച് എനിക്ക് തിട്ട ഒരാളുണ്ടായിരുന്നു, പുള്ളി നന്നായിട്ട് തമ്പേർ വായിക്കും. അത് ഞാൻ തന്നെ എടുത്തുകൊണ്ട് അവൻ്റെ കൊടുത്ത് വായിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അന്ന് യോഗം കഴിഞ്ഞപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, അയ്യോ നല്ല അന്തരീക്ഷമായിരുന്നെന്ന്. ഉണ്ടാ, അത് കുറ്റമല്ലേ ഈ പറഞ്ഞത്. ഞാൻ പറയാനുണ്ട്, ചില വിഷയം പ്രസംഗിക്കാൻ ചിലർ എന്നെ വിളിക്കും, പാസ്റ്ററെ ഇന്നതാ വിഷയം. ഞാൻ പറഞ്ഞു അത് എന്നെ കൊണ്ടൊക്കത്തില്ല. ഇന്നയാളെന്നെ വിളിക്കുകയാണെങ്കിൽ പുള്ളി അത് നന്നായിട്ട് കൈകാര്യം ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുക്കും. ചിലർ പറയും പരസ്യോഗത്തിന്. ഞാൻ പറഞ്ഞു പരസ്യോഗത്തിന് ഞാൻ സാക്ഷ്യമൊക്കെ പറയാം. പരസ്യോഗം, കൺവെൻഷന്, ഉപവാസം ഇതെല്ലാം വ്യത്യാസമാണ്. അപ്പം അത് പരസ്യോഗത്തിന് എനിക്ക് അത്രയും പോരാ. ഇന്നയാളെന്നെ വിളിക്കുക. വേണേ ഞാൻ വന്നൊരു പാട്ടൊക്കെ പാടാം, വലിയ ട്യൂണും സ്വരവും ഇല്ലെങ്കിലും ഒരു പരസ്യോഗത്തെ സംബന്ധിക്കുന്ന ഒരു പാട്ട് പാടാം, സാക്ഷ്യം പറയാം. പക്ഷേ പരസ്യോഗത്തിന് അത് കുറച്ചുകൂടെ ജ്ഞാനമുള്ളവർ വേണം. ഏതാ ലോകപരമായിട്ടും അല്പം രാഷ്ട്രീയപരമായിട്ടും ലൗകികപരമായിട്ടും ഒക്കെ നല്ല അറിവ്, വാനശാസ്ത്രപരമായിട്ടും ഭൂഗർഭശാസ്ത്രപരമായിട്ടും പ്രകൃതിയെ പറ്റിയൊക്കെ നന്നായിട്ട് കഴിവുള്ളവരുണ്ട്. അപ്പം അവരതെല്ലാം കൂടെ ചേർത്ത് കോർത്തിണക്കി ആ സുവിശേഷം കൂടെ പറയുമ്പോൾ കാര്യം കേൾക്കും. അറിയാൻ മേലത്ത് നമ്മൾ അവിടെ കിടന്ന് പണ്ടൊരാൾ പറഞ്ഞ പോലെ ആട്ടുംകാട്ട വന്നതാ കടലേക്ക് തന്നെയാന്ന് നമുക്ക് തിരിച്ചറിയാൻ മേല. രണ്ടും കൂടിയിട്ട് കറി വെക്കുക. അല്ല, ഞാനങ്ങ് ഓപ്പണായിട്ട് പറയുക. അപ്പൊ ഏത് വിഷയവും അറിവുള്ളവരുണ്ട്, അവരെ നമ്മളത് ഏൽപ്പിക്കണം. ഇപ്പൊ ഒരു വിവാഹ ശുശ്രൂഷ നടക്കുക, കർത്തദാസന്മാരൊക്കെ ഉള്ളത് കൊണ്ടാണ്. അധ്യക്ഷനായിട്ടിരിക്കുന്ന നന്നായിട്ട് ചെയ്യുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ദൈവം അനുഗ്രഹിക്കട്ടെ, നന്നായിട്ട് ചെയ്യുന്നു. ഇത് ചിലർക്ക് തല എന്നാ വാലെന്നാന്നറിയാം, ഇതൊട്ട് വിട്ടുകൊടുക്കുകയില്ല. ഒരു വിവാഹ ശുശ്രൂഷയിൽ, ശവസംസ്കാര ശുശ്രൂഷയിൽ ഏതവിടെ പോയിട്ട് മതി, നമുക്ക് ഇങ്ങോട്ട് വന്നാണ്. അവനിവിടെ തന്നെ ഇട്ടങ്ങരപ്പിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് ശുശ്രൂഷയ്ക്കാണെങ്കിലും അതിനെ തന്മയത്വമുള്ളവരെ കൊണ്ടത് ചെയ്യിപ്പിക്കണം. അത് നമ്മൾ വാശി പിടിച്ചിട്ടോ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും യാതൊരു കാര്യവും അല്ല. സഭയിൽ പാടുന്ന സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ അത് കഴിവുള്ളവരെ ആക്കുക. ഏത് കാര്യത്തിനും അങ്ങനെ. ഇപ്പോൾ മാസയോഗത്തിന് സാക്ഷ്യം പ്രസ്താവിച്ച് 1-2 പേര് സഹോദരന്മാർ നന്നായിട്ടുണ്ട്. ഇത് പരിജ്ഞാനമില്ലാത്തവർക്കാ കൊടുക്കുന്നെങ്കിലോ ഇത് മുഴുവൻ കുളമാകും. ഈ കുളമാക്കാൻ തന്നെ വരുന്ന കുറേ കക്ഷികളുണ്ട്. അതല്ല, ശുശ്രൂഷ നല്ല ഓർഡറായിട്ട് നടക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വിവാഹ ശുശ്രൂഷയിലും ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നാനാജാതി മനസ്ഥരാ വന്നുകൂടുന്നത്. അപ്പോൾ അവിടെ പരിജ്ഞാനവും പക്വതയും ശുശ്രൂഷയിൽ ഇരുത്തവും നല്ല വിധേയത്വം വന്ന ഒരാളെ അധ്യക്ഷനായിട്ടിരുത്തണം. ചിലപ്പോൾ ജനപ്രതിനിധികൾ വരും, അവരെ അഭിസംബോധന ചെയ്ത് ചിലപ്പം കാര്യങ്ങൾ ചെയ്യണം. നാട്ടു പ്രമാണികൾ ചിലപ്പം വന്നെന്ന് വരും, നാനാജാതി മനസ്ഥർ വരും. അപ്പം അതെല്ലാം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ ഒരാളെ ആ അധ്യക്ഷ പദവിയിലിരുത്തുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരികയില്ല. വിവാഹ ശുശ്രൂഷയും അങ്ങനെ. ഞാനൊരു വിവാഹ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. ആ ചെറുക്കന് 34 വയസ്സുണ്ട്, പെണ്ണിനും ഏതാണ്ട് 30 വയസ്സുണ്ട്. കല്യാണം നടത്താൻ വന്ന ഉപദേശിക്ക് 27 വയസ്സേ ഉള്ളൂ. ഞാനിതിനെതിരല്ല. അപ്പം ആ പ്രയോഗമാണ്.
അപ്പൊ ഇദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹം. യവൻ 27 കല്യാണം കഴിക്കുന്നതിന് 32. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ. അപ്പൊ കൂടെ എൻ്റെ മക്കളെ നിങ്ങളോട് ചില ഉപദേശം. ഇവൻ 27 ഓർക്കണം. എന്നാൽ അത് ഒരു പ്രായമുള്ള കർത്തൃദാസൻ ആ പ്രയോഗം പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെ അദ്ദേഹം കല്യാണം നടത്തിയതിന് ഞാനെതിരല്ലേ, വേണേ പറയാ മാന്യ സഹോദര, മാന്യ സഹോദരി. ഞാനതിനൊരു ഉദാഹരണം കുഴപ്പമുണ്ടോ? അല്ല, നിങ്ങളുടെ ഇരിപ്പം കണ്ടിട്ട് പുള്ളി ഏത് കാര്യത്തിനും അങ്ങനെ ദൈവത്തിന്റെ മഹത്വം. അല്ല, അതിന്റെ ഭംഗിയായിട്ട് ചെയ്തേ വളരെ അനുഗ്രഹമാണ്. ആ ഭാഗമെല്ലാം വിടുക. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു. അത് പാടില്ല. നാം എല്ലാം ഒരപ്പത്തിന്റെ അംശികളാണ്. ഇതിനകത്ത് കക്ഷി, പക്ഷ, വർഗ, വർണ്ണ വ്യത്യാസം കാണരുത്. അതാ വേട്ടമല പാടിയ പാട്ട്. അത് പറഞ്ഞപ്പോഴാണ് ഇത്രയും പറഞ്ഞത്. വേട്ടമല പാടുക, ഇതുവരെ പല പല ജാതികളിലിരുന്നവർ യേശുവിൽ ഒന്നാകും, അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായ്കയാൽ പരനോട് തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായ്കയാൽ പരനോടു തുല്യരാകും. അപ്പോൾ ദൈവസഭ ജാതിയിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, എല്ലാ ഇടങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുടെ കൂട്ടമാണ്. അതിനകത്ത് പക്ഷമോ കക്ഷിയോ വർഗമോ വർണ്ണമോ ഒന്നും തരംതിരിവ് പാടില്ല. അതാണ് 1-ാം അധ്യായത്തിലെ പാഠം. 2-ാം അധ്യായത്തിലെ പാഠം ഈ ഉപദേശം ഒന്നും കൈക്കൊള്ളുന്നില്ല. അതാ 2:14 ഒന്ന് വായിച്ച്. 2-ാം അധ്യായത്തിന്റെ 14. എന്നാൽ പ്രാകൃത മനുഷ്യൻ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അപ്പൊ പ്രാകൃതര് സഭയ്ക്കകത്തുണ്ട്. നമ്മൾ ഓർക്കുന്ന സഭയ്ക്കകത്തിരിക്കുന്ന എല്ലാവരും ആത്മീയരൊന്നുമല്ല. ഇതിനകത്ത് ജഡീകനുണ്ട്, പ്രാകൃതനുണ്ട്, വാവിഷ്ഠാനക്കാരനുണ്ട്, ക്രമം കെട്ട് നടക്കുന്നവരുണ്ട്. പക്ഷെ പൊതുവിൽ പറയുമ്പോൾ ദൈവസഭയെന്ന് അഭിസംബോധന ചെയ്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സ്തോത്രം. പ്രാകൃതന്മാരെല്ലാം കൂടെ എഴുന്നേറ്റാട്ടെ അങ്ങനെ പറയാനൊക്കത്തില്ല. ദൈവമക്കൾ എഴുന്നേറ്റാട്ടെ അങ്ങനെ പറയുള്ളൂ. അതിനകത്ത് 2 വീശുന്നവനും കാണും. ഇപ്പൊ ഓണമൊക്കെ വരിക, ക്രിസ്തുമസും ഒക്കെ അടുക്കും, കാണും. അപ്പൊ അങ്ങനൊന്നും പറയാനൊക്കാത്ത കാലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഉപദേശം ഇഷ്ടപ്പെടത്തില്ല, കൈക്കൊള്ളത്തില്ല. അവർക്ക് എപ്പോഴും ഈ ഉണർവ് പ്രസംഗമാണ് ഇഷ്ടം. അത് തെറ്റാന്നല്ല, ഉണർവ് പ്രസംഗം നല്ലതാ. പക്ഷെ സഭയ്ക്കകത്ത് കർക്കശ ഉപദേശം പറയണം. ജനം വഴിവിട്ട് പോകരുത്, പ്രമാണം വിട്ട് നടക്കരുത്, ക്രമം കെട്ട് നടക്കരുത്. ഞാൻ ഭാഗത്തേക്ക് വരുന്നുണ്ട്, ഓടിച്ചു പോകുകയാ. 2-ാം അധ്യായത്തിലെ പാഠം ഉപദേശം കൈക്കൊണ്ടോണം. അല്ല, ആൾക്കാരെന്തോ പ്രതികരിക്കുന്നത് നമ്മുടെ വിഷയമല്ല. അവറാച്ചാൻ എന്തോ ഓർക്കും, ചോച്ചാമാമ എന്തോ ഓർക്കും, ചിന്നമാമ അത് ഇഷ്ടപ്പെടുമോ, അമ്മ തങ്കച്ചാങ്ങിന് താല്പര്യം, അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം ദൈവം എന്തോ ഓർക്കുമെന്നാ. സ്തോത്രം. കർക്കശമായിട്ട് ഉപദേശം പറയണം. അതാ 2-ാം അധ്യായത്തിലെ പാഠം. 3-ാം അധ്യായത്തിലെ പിണക്കവും ഈർഷ്യയും എല്ലാം ഇവരുടെ ഇടയിലിരിക്കുക. 3:3. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. അപ്പൊ ഇവരുടെ ഇടയിൽ എന്തോ ഉണ്ട്? ഈർഷ്യ, പിണക്കവും. 3-ാം അധ്യായത്തിന്റെ 3 പറയാ നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കുന്നെന്ന്. എന്നാ 1-ാം അധ്യായത്തിന്റെ 4 എന്തോ ഉണ്ടെന്നാ. 1:4 വായിച്ചേ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവന് നിങ്ങളെ സകലത്തിലും വിശേഷാൽ, അയ്യോ വചനത്തിലൊക്കെ നല്ല തിട്ടമാ വചനത്തിൽ, വിശേഷാൽ വചനത്തിലും നല്ല പരിജ്ഞാനമാ. അയ്യോ അപ്പൊ 2 വിഷയത്തിൽ ഇവര് ഭയങ്കര സമ്പന്നരാ. വചനത്തിൽ നല്ല സമ്പന്നത, പരിജ്ഞാനത്തിലും സമ്പന്നര്. അടുത്തത്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും. അപ്പൊ എല്ലാ കൃപാവരവും കൊഴുത്തിലുണ്ട്. വിവേചനപരമുണ്ട്, അന്യഭാഷയുണ്ട്, വിവിധ ഭാഷയുണ്ട്, ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട്, വചനത്തിന്റെ ജ്ഞാനമുണ്ട്, പരിജ്ഞാനമുണ്ട്. മുഴുവൻ വരങ്ങളും ഭൂതങ്ങളുടെ മേൽ എന്ന് പറഞ്ഞ വീര്യപ്രവൃത്തി, രോഗശാന്തി, ഇതെല്ലാം കൊരുത്തിലുണ്ട്. ഒന്നിനും കുറവില്ല. വചനത്തിലൊക്കെ നല്ല തിട്ടമാ. അങ്ങനെയുള്ളവർ നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
വേറെ പുസ്തകമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ദൈവമക്കളുണ്ട്. അങ്ങനെയുള്ളവർ ചിലർ ബൈബിൾ കൊണ്ടുവരിക പോലുമില്ല, കാരണം അവർക്ക് തിട്ടമായില്ല. എനിക്കവരെ ബഹുമാനമാണ്, കാരണം അത്രയ്ക്ക് തിട്ടമായത് ഇതിന് ആവശ്യമില്ലല്ലോ. വചനത്തിലൊക്കെ നല്ല പരിജ്ഞാനമാണ്, കൊണ്ടുവരത്തില്ല. ഇനി അഥവാ കൊണ്ടുവന്നാൽ തുറക്കത്തില്ല, തുറന്നാൽ പിന്നെ വായിക്കത്തില്ല. അവർ കുറ്റമല്ല, നല്ല തിട്ടമാണ്. വചനത്തിലൊക്കെ നല്ല തിട്ടമാണ്, ഭയങ്കര പരിജ്ഞാനമാണ്. പെട്ടെന്നൊന്ന് കൈയടിക്കാട്ട് ആത്മാവിലാകട്ടൊന്നുമില്ല, പരിജ്ഞാനത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ പറയാ കിടന്ന് കൈയടിച്ച് തുള്ളുന്ന അത് പരിജ്ഞാനമില്ലാത്ത ആളാണ്. അനങ്ങാതിരിക്കുന്ന പുള്ളി സഭയിലെ ഏറ്റവും പരിജ്ഞാനമുള്ള ആളാണ്. അപ്പോൾ വചനത്തിൽ തിട്ടമുണ്ട്, പരിജ്ഞാനമുണ്ട്, എല്ലാ കൃപാവരങ്ങളും ഉണ്ടെന്ന 1:4 മുതൽ. പക്ഷെ ദൈവാത്മാവ് ഇവരുടെ ആഴമെല്ലാം ഒന്ന് നോക്കി. 1-ാം അധ്യായത്തിൽ ശ്ലാഘനീയമായ നിലയിൽ പൗലോസ് പറഞ്ഞു, അഭിനന്ദിച്ച് ഇവരെ അപ്രീഷിയേറ്റ് ചെയ്തു. ഒരു കൃപാവരത്തിലും കുറവില്ല, അത് അഭിനന്ദനമാണ്. പക്ഷെ 2-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവാത്മാവ് സകലത്തിന്റെ ആഴം അറിയുമെന്ന 2:9-10 വായിച്ചേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ആ ആ ആ നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും. അപ്പൊ 2-ാം അധ്യായത്തിൽ ആത്മാവ് ആഴം അറിയും, സകലത്തെയും. ശകലമല്ല, നിങ്ങൾക്ക് എന്നെ പറ്റി ശകലം വല്ലതും അറിയാം, പക്ഷെ സകലവും അറിയുന്നവൻ ദൈവമാണ്. നിങ്ങളെ പറ്റി എനിക്ക് ശകലം അറിയാം, പക്ഷെ സകലതും അറിയുന്നത് ദൈവമാണ്. വിശ്വാസികൾക്ക് ആർക്കും ഉപദേശിമാരെ പറ്റി എല്ലാം ഒന്നും അറിയുന്നില്ല, ശകലമൊക്കെ അറിയാം. ഞങ്ങളുടെ പാസ്റ്റർ കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളെ നല്ലതുപോലെ അറിയുന്നവൻ ദൈവമാണ്. നിങ്ങളെ പറ്റി ഞങ്ങൾക്ക് ശകലമൊക്കെ അറിയാം. ഈ ഓളി വന്ന് മേപ്പോട്ടും ഇങ്ങോട്ടും ചാടുകയും ഗ്ലോറി വിറ്ററി ഒരു കുടച്ചിലും ഒക്കെ കുടയുമ്പോൾ ശകലം ഞങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങളെ പറ്റി നന്നായിട്ട് അറിയുന്നവൻ ദൈവമാണ്. 1-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലാഘനീയമായ നിലയിൽ പറഞ്ഞു, ഒരു കൃപാവരത്തിൽ നിങ്ങൾ കുറവില്ല, നല്ല സഭയാ, നമ്പർ 1 സഭയാ കൊരിന്ത് സഭ, അനുഗ്രഹിക്കപ്പെട്ട സഭയാ. ശരി, 2-ാം അധ്യായത്തിൽ ദൈവാത്മാവ് ഇവരുടെ ആഴമെല്ലാം കൂടെ ഒന്ന് പരിശോധിച്ചു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങൾ ആരാഞ്ഞു. ഈ ആഴം ആരാഞ്ഞ ആത്മാവ് 3 പറയാ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഉണ്ടെന്ന്. 1-ാം അധ്യായത്തിൽ മുഴുവൻ മറുഭാഷയായിരുന്നു, നിങ്ങളുടെ മറുഭാഷ. 3-ാം അധ്യായത്തിൽ പറഞ്ഞു മറുഭാഷയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ഞാൻ ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല, കാരണം ചിലരുടെ മുഖത്ത് വല്ലാതെ മ്ലാനത വീശുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓർക്ക് ദൈവം ഒരു നല്ല ഒത്തിരി നാൾ കൂടിയിരുന്നൊരു മാസികത്തിന് പോയതാ, മനോവേദനയോടാ തിരിച്ചു പോകുന്നത് എന്ന് വേണ്ട. നമുക്ക് സന്തോഷത്തോടെ പിരിയാം, ദൈവത്തിന് മഹത്വം. തന്നെയല്ല, അടുത്ത മാസികത്തിന് വരാതെ ഇരിക്കരുത്. നിങ്ങൾ വേണേൽ ചോദിക്കും, പുള്ളിയെ വിളിക്കുന്നുണ്ടോ ഇനി അടുത്ത മാസികത്തിന്? ഉണ്ട്. എന്നാൽ ഞങ്ങൾ ആരും ഇനി അങ്ങനെയും വേണ്ട, അടുത്തതിനൊന്നും എന്നെ വിളിക്കണ്ട. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, 2-ാം അധ്യായത്തിൽ ആണ് പറഞ്ഞ ആത്മാവ് 3-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കോ ഇരിക്കുന്നു. ആ ഈർഷ്യയും പിണക്കോ ഇരിക്കുന്നത് കൊണ്ട് 4-ാം അധ്യായത്തിൽ കണ്ടമാനം ചീർക്കുന്നു. ചുമ്മാ ഇരുന്ന് അങ്ങ് ചീർക്കുകയും വീർക്കുകയും ചെയ്യുക. ഞാൻ നിങ്ങളുടെ അടുക്ക വരിക എന്നോർത്ത് നിങ്ങൾ ചിലർ ചീർത്തിരിക്കുന്നുണ്ട്. അങ്ങനല്ലയോ? 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചേ. അയ്യോ, ചിലര് ചീർത്തിരിക്കുന്നു, കണ്ടമാനം അങ്ങ് ചീർക്കുന്നു. ഇവർക്ക് അങ്ങ് തോന്നുക ഏതാണ്ടൊക്കെ ആയെന്ന്. ഈ ചിലര് കൈ കൊടുക്കുകയല്ലോ. നമ്മളിനി അങ്ങോട്ട് ചെന്നാലും ആ കൈ തരുന്നതൊക്കെ ഇങ്ങനെ 2 വിരൽ കൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയെല്ലാം പഴുത്തിരിക്കുകയല്ലേ, ചീർക്കുന്നുണ്ടാ. ചിലർ ആദ്യം കണ്ടാൽ മിണ്ടുകയല്ലോ. നമ്മൾ മിണ്ടുവോ ഇല്ലയോ ഒന്നും ശരിയായ നടപടിയല്ല. ആദ്യം കാണുന്നവർ മിണ്ടുക, എന്തുകൊണ്ട് വിശേഷം, അതിലെ എൻ്റെ മര്യാദ. ചിലങ്ങനെ കണ്ടേച്ച് പമ്മി ഇവിടെ നിൽക്കും, എന്നെ വിളിക്കുവോ ഇല്ലയോ അങ്ങനെയുള്ള കേസുകളൊന്നും രക്ഷപ്പെടുന്ന കേസല്ല. ആദ്യം കാണുന്നവർ അച്ഛൻ എന്തുകൊണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. സ്തോത്രം. ചുമ്മാ ഇരുന്ന് ചീർക്കരുത്. നമ്മൾ ഏതാണ്ടൊക്കെ ആയെന്ന്, നമ്മളൊന്നും ആയിട്ടില്ലെന്നുള്ളതാ സത്യം. സ്തോത്രം. 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഈ ഈർഷ്യയൊക്കെ ഇരിക്കുന്നുണ്ടായി ചീർപ്പേ.
4-ാം അധ്യായത്തിൽ ചീർക്കുന്നു, ചുമ്മാ ഇരുന്നങ്ങ് ചീർക്കുന്നു. 5-ാം അധ്യായത്തില് ഈ ചീർപ്പും പിണക്കവും പകയും പക്ഷവും എല്ലാം ഇരിക്കുന്നതുകൊണ്ട് വഴിവിട്ട് ജീവിക്കുന്നു. 5 അത് പൊതുവെ പ്രസ്താവിക്കുന്നില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പാടില്ല. അതുകൊണ്ട് എന്തോ സംഭവിച്ചു? 6-ാം അധ്യായത്തിൽ സഭയ്ക്കകത്ത് പ്രശ്നം വന്നപ്പോൾ വ്യവഹാരത്തിന് കോടതി തേടി പോകുന്നു. വക്കീലിന് കാശ് കൊടുക്കുന്നു. സ്വോത്രകാഴ്ച എടുത്താ വക്കീലിന് കൊടുക്കുന്നേ. പാടത്ത് പണിയെടുക്കുന്നവരെ, റബ്ബർ വെട്ടുന്നവരെ, റോഡ് പണിക്ക് പോകുന്നവരെ, അടുക്കള പണി ചെയ്യുന്നവരെ, അത് മോശമല്ല, നല്ല പണിയാ. ചില ആൾക്കാർ ധരിച്ചേക്കുന്നത് ഈ ജോലിയൊക്കെ മോശമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. നീ അയലത്തൊരു വീട്ടിൽ പോയി അടുക്കളപ്പണി ചെയ്യുന്നെങ്കിൽ ഏറ്റവും മാന്യമായ ജോലിയാ. കാശുള്ള വീട്ടിലെ അമ്മാമേക്കാളും വളരെ മാന്യമായ സഹോദരിയാ അടുക്കളപ്പണി ചെയ്യുന്ന സഹോദരി. കാരണം കാശുള്ള വീട്ടിലെ അമ്മാമ്മ ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇരുന്നെങ്കിൽ തിന്നുകയല്ലേ. മനസ്സിലാകുന്നില്ല. ചില കണ്ടിട്ടില്ലേ, കുഴപ്പമൊന്നുമില്ലെങ്കിലും ഒരു ജോലിയും ചെയ്യത്തില്ല. സ്വന്തം വീട് തൂത്തുവാരുകയല്ല, അതിനും അപ്പുറം തങ്ക വരണം. തുണി കഴുകാനും ഒരു ജോലിയും ചെയ്യാത്ത സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വയ്യാത്തവരും അസുഖമുള്ളവരുണ്ട്, അവരുടെ കാര്യമല്ല. ചിലക്ക് പിന്നെ എന്നും അങ്ങ് അസുഖമാണ്, ഉവാവാ, എന്നും അങ്ങ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിലൊക്കെ എന്ത് ശ്രേഷ്ഠമാ ജോലി ചെയ്യുന്നവര്. സ്തോത്രം. അപ്പൊ അങ്ങനെയൊക്കെ ദൈവമക്കളിൽ ജോലി ചെയ്ത് കിട്ടുന്നതിന്റെ ഒരു വിഹിതമാണ് സഭയ്ക്കകത്ത് കൊണ്ടുവരുന്നത്. അതെടുത്ത് വ്യവഹാരത്തിന് കോടതിയും കേസുമായിട്ട് നടക്കരുതെന്നാ പറഞ്ഞതിന്റെ വേറൊരു ആശയം. ദൈവമക്കൾ തരുന്ന കാശും ഇപ്പൊ അമേരിക്ക നാന്തിലും പേർഷ്യ നാന്തിലും ചുമ്മാ ഒന്നും കാശ് കിട്ടത്തില്ല. അവര് കഷ്ടപ്പെട്ട്, വളരെ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് കിട്ടുന്നതിന്റെ, അയ്യോ അതുങ്ങൾ ഉറങ്ങുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. ഭാര്യയും ഭർത്താവും കൂടെ, ഭർത്താവ് കാറെല്ലാം കൊണ്ട് ഇറങ്ങിയപ്പോൾ ഭാര്യ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹായ് പോയി, ഇതേ ഉള്ളൂ. പിന്നെ എല്ലാം മൊബൈലിൽ കൂടാ, എല്ലാം അങ്ങോട്ട് എന്തുകൊണ്ട് വിശേഷം, ഭർത്താവ് ഭാര്യയോട്. പിന്നെ ഭാര്യ ഒന്നുമില്ല വിശേഷം, എപ്പോ പോകും അടുത്ത ഡ്യൂട്ടിക്ക്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളരെ ബന്ധപ്പെട്ട് ചിലരവരുടെ കുഞ്ഞുങ്ങളെ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുഴപ്പടികളുമുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ദൈവദാസന്മാരാകുന്ന ഞങ്ങളും സഭയുടെ ചുമതലപ്പെട്ടവരൊക്കെ ചെല്ലുമ്പോൾ അതിൽ നിന്നൊരു വിഹിതമായി തരുന്നത്, അത് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കേസും കോടതിയും അടിപിടി അനാവശ്യത്തിന് ആക്കുകയാണെങ്കിൽ സൂക്ഷം അടി മേടിച്ച് കിട്ടും. ആട്ടെ, ഞാനത് വിവരിക്കുന്നില്ല. 6-ാം അധ്യായം. നിങ്ങൾക്ക് വ്യവഹാരം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തിനാ പുറത്തെ ആൾക്കാരോട് പോയി പറയുന്നേ? നമ്മൾ ദൂതന്മാരെ വിധിക്കേണ്ടവരല്ലേ, ഈ ലോകത്തെ വിധിക്കേണ്ടവരല്ലേ? 1000 ആണ്ട് ഭരണത്തിൽ നമ്മൾ ഓരോ പ്രഭുക്കന്മാരായിട്ട് ഇവിടെ ഭരിക്കേണ്ടതല്ലേ? 5 വിശ്വാസിയെയും 5 കുടുംബത്തെയും ഭരിക്കാത്ത നീ ആന്നോ ഒരു ഏരിയ മൊത്തം 1000 ആണ്ട് വായിച്ചേ? സ്വന്തം ഭാര്യയെ ഭരിക്കാൻ കഴിയാത്ത ആളാന്നോ പഞ്ചായത്ത് ഭരിക്കാൻ നടക്കുന്നേ? മിണ്ടുന്നില്ലല്ലോ. വിശ്വാസത്താ രാജ്യമടക്കിയെന്ന പണ്ട് മല്ലപ്പള്ളിയിലെ പൊടുക്കുഞ്ഞപ്പച്ചനാന്ന് വന്ന് പ്രസംഗം പറഞ്ഞു, എടാ ഭാര്യ അടക്കാൻ മേലാത്തവനാന്നോ രാജ്യത്തെ അടക്കാൻ നടക്കുന്നേ? വീടടക്കാൻ പറ്റുന്നില്ലല്ലോ. 2 പിള്ളേരും ഭാര്യ അപ്പനും അമ്മയും, അതുങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റാത്തവര് എങ്ങനെ രാജ്യം അടക്കുന്നത്? ഞങ്ങൾ തിരുവനന്തപുരത്ത് പിടിച്ചടക്കുന്നു. ആദ്യം നീ നിന്റെ കുടുംബം പിടിച്ചൊന്ന് നടക്ക്, എന്നിട്ട് പിന്നെ തിരുവനന്തപുരം അല്ല, ഞങ്ങൾ പുത്തരിങ്കണ്ടം മൈതാനത്ത് ചെന്ന് റൗണ്ട് വെച്ച് പ്രാർത്ഥിച്ചു. രാത്രി 2:30, ആരും കാണാഞ്ഞത് ഭാഗ്യം. വീടടക്കാൻ പോലും ഒക്കുന്നില്ല. മിണ്ടുന്നില്ലല്ലോ ആരും. ഞാൻ പെട്ടെന്ന് പൊക്കാളാ ചില കാര്യം കൂടെ പറഞ്ഞു വെച്ച്, നിങ്ങൾ ഭാരപ്പെടുവൊന്നും വേണ്ട. അപ്പൊ ഇവിടെ 6-ാം അധ്യായത്തിൽ വ്യവഹാരം, കേസ്, കോടതി, വഴക്ക്, അത് പാടില്ല. എന്നാൽ നമുക്കെതിരെ കേസ് കൊടുക്കുന്നവർ കാണും, അപ്പൊ കോടതി വിളിച്ചാൽ പോകണം. നിയമത്തിന് നമ്മൾ വിധേയപ്പെട്ടവരാ. നമ്മളായിട്ട് കേസിനും കോടതിക്കും പോകരുത്. ഇപ്പൊ നമ്മുടെ സഭയ്ക്കെതിരെ, നമുക്കെതിരെ ഇതര മതസ്ഥൻ, അക്രൈസ്തവൻ അല്ലെ നിരീശ്വരവാദി മറ്റൊരുത്തൻ കേസ് കൊടുത്താൽ ബഹുമാനപ്പെട്ട കോടതി നമ്മളെ വിളിച്ചാൽ നമ്മൾ പോണം. സത്യസന്ധത നമ്മൾ വെളിപ്പെടുത്തണം. വിധിക്കുന്നതൊക്കെ ദൈവം വിധിക്കട്ടെ. നമ്മളായിട്ടൊരു കേസും കൊണ്ട് പോകരുത്. നമ്മുടെ വ്യവഹാരം മുഴുവൻ നടത്തി തരുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്.
6-ാം അധ്യായത്തിലെ വിഷയം. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം. കുടുംബത്തിനകത്തങ്ങ് പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവും മക്കളും അപ്പനും അമ്മയും മാതാപിതാക്കളും എല്ലാം പ്രശ്നങ്ങൾ വിവരിക്കുന്നില്ല. അതിന് പരിഹാരം വരുത്തണം. 8-ാം അധ്യായത്തിൽ ആമ വിഗ്രഹ സേവയോടുള്ള ബന്ധത്തിലാണ്. സ്തോത്രം. 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു. പൗലോസ് ആരാ? പൗലോസ് യേശുവിനെ കണ്ടിട്ടുണ്ടോ? പൗലോസിനെ ആരാ അപ്പോസ്തലനാക്കിയത്? ഓർഡിനേഷൻ കിട്ടിയിട്ടുണ്ടോ? ആരാ കൈവച്ചത്? എവിടെ വെച്ചാ കൈവച്ച്? ചുമ്മാ ഇരുന്ന് ചപ്പളാത്തി അടിയാ. യവൻ പ്രാർത്ഥിച്ച ഒരു പനി പോലും മാറത്തുമില്ല. ഒരു പനി പോലും ഇന്ന് വരെ. പൗലോസിന്റെ ദേഹത്ത് ഉത്തരീയ റൂമാനം കൊണ്ടിട്ട് അത് രോഗിക്ക് സൗഖ്യമാണ്. ആ പൗലോസിനെതിരെ കയറി കൊമ്പ് കൊടുക്കുക. ആരാണ് ഇങ്ങനെ ശുശ്രൂഷിക്കാൻ ഇടയാക്കിയത്? ആരാ കൈവച്ചത്? എവിടെ വെച്ചാ കൈവപ്പ്? കൈവപ്പ് കിട്ടിയവനെല്ലാം ഒരു തോത്രം പോലും പറയാതെ മൂലെ പമ്മിയിരിക്കുക. സ്തോത്രം. പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു 9-ാം അധ്യായത്തിൽ. നമ്മൾ 10-ാം അധ്യായത്തിന്റെ 12 വായിച്ച 10-ാം അധ്യായത്തിലേക്ക് വരാം. 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഒരു ബുദ്ധി ഉപദേശം നമുക്ക് തരിക. അവിടെ പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രയോഗം ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശമാണ്. 11-ാം വാക്യം 11. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഒരു ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുക. അപ്പോൾ 10-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് ഒരു ബുദ്ധി ഉപദേശം തരിക. 6-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുന്ന 6-ാം വാക്യം 10-6. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. എന്തുവായി ദൃഷ്ടാന്തമായി സംഭവിച്ചത്? ഇത് എന്ന് പറഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യം. മുകളിൽ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 10-ാം അധ്യായത്തിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇസ്രായേൽ ചരിത്രം വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുക. ഇസ്രായേലിന്റെ മരുഭൂമിയിലെ പ്രയാണം അത് വളരെ ചുരുക്കമായിട്ട് പറഞ്ഞിരിക്കുക. 10-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ കണ്ടത് സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിലെ സമുദ്ര സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ഈ ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. 5-ാം വാക്യം. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ ദൈവം തള്ളിയിട്ടു. അപ്പോൾ ഇത് 6-ാം വാക്യം പറയാ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക. 11-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് പറയുക ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തന്നിരിക്കുക. ആ ബുദ്ധി ഉപദേശമാണ് 12-ാം വാക്യത്ത് പറയുക താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആരും വീണു പോകരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരും പട്ടുപോകരുത്. വൈരികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, വൈരികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, ദുരിതമൻ ചുറ്റിലും കാണുന്ന നേരം, ദുരിതമൻ ചുറ്റിലും കാണുന്ന നേരം വീഴാതെ നിൽക്കുവാൻ നീ എന്നാത്മനായകനേ, ഈ മരുവാസം തുടർന്നിടുവാനാമേൻ വീഴാതെ നിൽക്കും. നായകനേ, ഈ മരുവാസം അപ്പൊ ശ്രദ്ധിക്കുക, ആരും വീണു പോകരുത്, ആരും പട്ടുപോകരുത്. ഇവിടെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവൻ ആകയാ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ. ഇവിടെ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം. എന്തൊക്കെയാ നോക്കേണ്ടത്? അവിടെ ഈ വീഴാനുള്ള ഒരു 5-6 കൂട്ടം കാര്യമുണ്ട്. അത് എല്ലാം ഒന്നും ഇന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതിന് പല കാര്യമാവുന്നു, സമയത്തെ ഭയപ്പെടുന്നു. 2 ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ചിലരുടെ മുഖത്തിനൊരു വ്യത്യാസം. അതുകൊണ്ട് എല്ലാം ഒന്നും പറയുന്നില്ല. തന്നെയല്ല, കൃത്യം 1 മണിക്ക് മാസയോഗം നിർത്തണം. എനിക്കും നിങ്ങളെക്കാൾ തിടുക്കമുണ്ട്. 1 മണി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇരുന്ന് കേൾക്കുമെങ്കിലും ഉള്ളിൽ പ്രാഗം. അയാൾക്ക് ഇത്രയും സമയം എടുക്കേണ്ട ഒരു കാര്യമൊന്നും ഉള്ളതല്ല. ഞങ്ങൾക്ക് എവിടെല്ലാം പോകേണ്ടത്. അയാൾക്ക് കാറുണ്ട്, പറഞ്ഞ അയാൾക്ക് കാറെ കയറി പോയാൽ മതി. ഞങ്ങൾക്ക് ബസ് കിട്ടി വേണം പോകാൻ. അതൊക്കെ നിങ്ങൾ അത് ന്യായമായ ചിന്തയാണ്, അത് തെറ്റൊന്നുമല്ല.
അപ്പൊ അതുകൊണ്ട് 1 മണിക്കപ്പുറം പോകത്തില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ താല്പര്യപ്പെടുന്നില്ല. വീഴാനുള്ള കാരണങ്ങൾ അവിടെ പല കാരണങ്ങളാണ്. അതിലൊന്ന് ദുർമോഹം, 2 ആവശ്യമില്ലാത്ത കളികൾ, സഭയ്ക്കകത്ത് ആവശ്യമില്ലാത്ത കളി. അത് തമിഴിൽ കൊടുത്തേക്കുന്ന വിളയാടുന്നെന്നാണ്. തമിഴിൽ അങ്ങനെ വിളയാടുന്നെന്ന. തമിഴ് ബൈബിൾ ആരുടെയും കയ്യിലുണ്ടോ? ഇല്ല. തമിഴ് ബൈബിള് അവിടെ പുറകിലുണ്ട്. അതാ വായിക്കണേ, ഞാൻ പറയുമ്പോൾ വായിച്ചു തരണം. വിളയാടുന്നെന്നാണ് എഴുതിയേക്കുന്നത്. സ്തോത്രം. ഒരു കാര്യം ചെയ്യാം മോനെ, ഒരാളാണ്ട് ഈ കസേര എടുത്ത് ആ ഫ്രണ്ടിലോട്ട് ഇട്ടേ, സഹോദരിമാർ. എന്നിട്ട് സഹോദരി ഫ്രണ്ടിലോട്ട് വന്ന് എനിക്ക് ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. അതിനാ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന കസേര സഹോദരിമാരുടെ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് തമിഴ് ബൈബിളുള്ള സഹോദരി അങ്ങോട്ട് വന്നിരിക്കണമെന്ന്. അയ്യോടി വാ, ഓടി വാ. അയ്യോ എന്തുവാ? വന്നിരുന്നു. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വായിപ്പിക്കാം. വന്നിരുന്നു. ഏതാണ്ട് പറഞ്ഞ എന്നാ പറഞ്ഞു? പാസ്റ്റർ വൈഫ് തമിഴ് ബൈബിളാണ്. 2 പേരും വായിച്ചോ, നല്ലതല്ലേ? വേറെ പുസ്തകമല്ലേ, വേറെ ഒന്നും അല്ലല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, വീഴാതിരിക്കാൻ. അത് പാസ്റ്റർ വൈഫാണോ? കസേര കൊടുക്ക്. പാസ്റ്റർ വൈഫ് കസേര കൊടുക്ക്. കസേരയിലിരിക്കാൻ. അപ്പൊ ശ്രദ്ധിച്ചേ, വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പൊ ഇത് നോക്കിക്കൊള്ളണം. ഇവര് വീഴാനുള്ള കാരണം 1 ദുർമോഹം, 2 സഭയ്ക്കകത്ത് മുഴുവൻ കളി അല്ലെ വിളയാടുക, 3 പരസംഗം, 4 ദൈവത്തെ പരീക്ഷിക്കുന്നു, 5 പിറുപിറുപ്പ്. അപ്പൊ ഇത് 5ഉം പറയാൻ ഇന്ന് ഒക്കത്തില്ല. ഒരു 2 കാര്യം കമ്പിവാചകം പോലെ പറയാനാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്തോത്രം. വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളണം. വീഴാനുള്ള കാരണം, വീണ ഒത്തിരി പേരുണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകാൻ നേരമില്ല. ഉൽപ്പത്തി 1 തന്നെ വീണല്ലോ, 3 തന്നെ വീണല്ലോ. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, വീണു. അതിനു മുമ്പ് ദൂതന്മാര് വീണല്ലോ, നമുക്ക് ദൃഷ്ടാന്തമാണ്. ഉൽപ്പത്തി 3 തന്നെ ആ കാവൽ നിർത്തിയ ദൂതന്മാർ അവരും വീണെന്നാ പറയുന്നത്. വേറെ പഠിതാക്കളിൽ ചെല്ലു പറയുന്ന കക്ഷികളാ ഉൽപ്പത്തി 6 ആയിട്ട് ബന്ധപ്പെടുത്തി. അതൊക്കെ വിവാദ വിഷയം, അതുകൊണ്ട് പോകുന്നില്ല. അവര് വീണു, അവരെ പിടിച്ച് ബന്ധിച്ച് അന്ധകാരത്തിന് ഞങ്ങളിട്ട് ബന്ധിച്ചെന്നും ആ വീണ സ്ഥലം എടുത്ത് മറിച്ചെന്നും അതിൽ ഒഴുകിക്കൊണ്ടിരുന്ന നദി 2 അടിയിൽ കൂടി ഇപ്പോൾ ഒഴുകുന്നെന്നും 2 മേളിൽ കൂടി ഒഴുകുന്നെന്നും ഏദൻ തോട്ടത്തെ കീഴ്മേൽ മറിച്ചെന്നും ഇതൊക്കെ വീണതെന്ന ദൃഷ്ടാന്തമാണ്. സ്തോത്രം. കണ്ണിൽ മഷിയെല്ലാം എഴുതി, മുടിയെല്ലാം ചീകി മിനുക്കി അമ്മാമ്മ ബ്യൂട്ടി പാർലറിൽ പോയിച്ച് കിളിവാതിൽ കൂടെ നോക്കി. അറിയാമല്ലോ, 10-70 വയസ്സുള്ള തള്ളയാ. അവർക്ക് ഈ പ്രായത്തിൽ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ഒരു കാര്യവും ഉള്ളതല്ല. അവരും കൊച്ചു കളിച്ച് നടക്കുക. കൊച്ചുമക്കൾ 5 എണ്ണം. സഭയിലെങ്ങനെ വല്യമ്മച്ചി ഉണ്ടായിരുന്ന, വല്യമ്മച്ചി ഇവിടെ വെച്ചാണ് വിളിക്കുന്നത്. തലയെല്ലാം അമ്മാമ്മ ചീകി മിനുക്കി, കണ്ണുമൊക്കെ എഴുതി, കവളത്തൊരു മറുകുമൊക്കെ ഇട്ട്, ലിപ്സ്റ്റിക്കുമൊക്കെ ഇട്ട്, നെയിൽ പോളിഷും എല്ലാം അടിച്ച് അമ്മാമ്മ. അന്നേരം ചോദിച്ചു, ആരുണ്ടടാന്ന് ചോദിച്ചു. 2 ഷണ്ണന്മാര്. അമ്മാമ്മയുടെ ആഫീസ് പൂട്ടി. അമ്മാമ്മ ചില്ലറക്കാരി അമ്മാമ്മയില്ല, അഭിഷക്തനെതിരെ തന്ത്രം ഉണ്ടാക്കിയ അമ്മാമ്മയാ. ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എതിരെ അവൻ കരുക്കളൊരുക്കിയ സ്ത്രീയെ തെള്ളി താഴോട്ടം കിട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വീണവരുടെ എത്രയോ ചരിത്രങ്ങളാ. ആ ഭാഗത്തേക്ക് ഒന്നും ഇപ്പൊ പോകുന്നില്ല. അവൾ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം. വീഴാനുള്ള കാരണം, അതിൽ 1ാമത്തെ കാരണം ദുർമോഹം. ഞാൻ ദൈവദാസന്മാരോടും ദൈവമക്കളോടും കൂടെ കർക്കശമായിട്ട് പറയാം, ആവശ്യമില്ലാത്ത ദുർമോഹമൊന്നും നമ്മളെ കയറി പിടിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ആവശ്യമില്ലാത്ത ഒരു ദുർമോഹവും പാടില്ല.
ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെയും വിചാരങ്ങളെയും എല്ലാം പിടിച്ചടക്കണം. അതിനെന്നെ പോംവഴി സ്വയശക്തി കൊണ്ടൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ കായബലം കൊണ്ടൊക്കത്തില്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ടൊക്കത്തില്ല, സാമുദായിക ബലം കൊണ്ടൊക്കത്തില്ല, നിന്റെ കുടുംബബലം കൊണ്ടൊക്കത്തില്ല. പിന്നെ ഒക്കുന്നത് ആത്മബലത്താല. ഈ മാസയോഗത്തിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾ ആത്മശക്തി ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലല്ലാതെ, പരിശുദ്ധാത്മാവിന്റെ ബലത്താലല്ലാതെ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താലല്ലാതെ ഇതിനെ ജയിക്കാൻ ഒക്കത്തില്ല. കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ ബലപ്പെടണം, യൗവനക്കാരെല്ലാം ആത്മാവിൽ ബലപ്പെടണം, പ്രായമുള്ളവരെല്ലാം ആത്മാവിൽ ബലപ്പെടണം, കൂടപ്പെട്ട ദൈവമക്കൾ ആത്മാവിൽ ബലപ്പെടണം. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ട് ഒക്കൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലല്ലാതെ, ആത്മബലത്താലല്ലാതെ ഇതിനെ ജയിച്ചടക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ദൈവസഭയോടും ദൈവമക്കളോടും പറയാ, സഭയ്ക്കകത്തുള്ള സകല എണ്ണവും ആത്മാവിൽ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കണം. ഈ അഭിഷേകം പ്രാപിക്കാത്തവനെ സെക്രട്ടറി ആക്കരുത്, ഓടാന്ന് പറയണ. ഇറങ്ങി പുക്കട്ടറി അഭിഷേകം പ്രാപിക്കാൽ ആരാധിക്കത്തുമില്ല. ഇവൻ 2 പേനായി 3 ബുക്കുമായിട്ട് ഞായറാഴ്ച കിളുന്തോ 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 എന്ന് പറഞ്ഞ് കയറി വരും. സഭയിലെ സെക്രട്ടറി ഉണ്ടെങ്കിൽ അഭിഷേകം പ്രാപിച്ചിരിക്കണം. ട്രഷാർ നീ ഉമ്മാര് തുരുത്തുരുത്തി തന്നെ എണ്ണരുത്, അഭിഷേകം പ്രാപിച്ചതിനെ കാജെ തൊടാവുള്ളൂ. ചുമ്മാ ഗുണ്ട എല്ലാം കൂടെ വന്ന് ഗുണ്ട അവന് പാസ്റ്റർക്ക് ശമ്പളം കൊടുക്കുക. പാസ്റ്റർമാർ എല്ലാവരുടെയും കാര്യമല്ല, 1-ാം തീയതി പോയി ഓച്ചാനിച്ചിരിക്കും. പാസ്റ്റർ ഇന്നൊക്കത്തില്ല, പാസ്റ്റർ അടുത്ത ആഴ്ച വാ. നിന്റെ പെമ്പിളയുടെ കുടുംബസ്വത്താണോ ഇത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചോദിച്ച പ്രശ്നമാണ്. ഇതൊക്കെ പറയാനും ചോദിക്കാനും എന്നെ ഈ പരുവത്തിന് മേളിൽ നിന്ന് ഇങ്ങനെ നിങ്ങളാരും ചോദിക്കരുത്. ഇമ്മ ഉള്ള കഞ്ഞിക്കകത്ത് പാറ്റ ഒന്ന് വിടരുത്. നിങ്ങൾ എൻ്റെ പരുവത്തിനിരുന്ന് വല്ലപ്പോഴും എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എൻ്റെ പരുവത്തിന് ഞാൻ കൈകാര്യം ചെയ്തു തരാം. സകല എണ്ണവും അഭിഷേകം പ്രാപിക്കണം. കമ്മിറ്റി ഇല്ലാതിരിക്കുന്ന നല്ലത്. പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ എതിരല്ല, കമ്മിറ്റിക്കാർ മുഴുവൻ അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കാത്ത ഒറ്റയൊരുത്തനെ കമ്മിറ്റിക്കകത്തരുത്. സ്തോത്രം. തന്നെയല്ല, തിരുമേശ എടുക്കാത്തവന് അഭിപ്രായം പറയരുത്. സഭയ്ക്കകത്ത് തിരുമേശ വരുമ്പോ ഇരിക്കുക, ട്രാഫിക് പോലീസിനെ കൂട്ടും. നീ എന്നാ സഭയ്ക്കകത്ത് അഭിഷേകം പറയാന്, അഭിപ്രായം പറയാന്? മാസം കഴിഞ്ഞേ പോകാവൂ, ഭക്ഷണമൊക്കെ ഉണ്ട്, കഴിച്ച് സന്തോഷത്തോടെ. ഞാൻ എന്നെ ഏൽപ്പിച്ച കാര്യം പറയുന്നതുള്ളൂ. നിങ്ങൾ കയറി ഉടനെ കൊമ്പ് കോർക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾ ഇരിക്കുക, പുള്ളി മനഃപൂർവ്വം അങ്ങേരെ വിളിച്ചതാ കേട്ടോ. ഇത് മനഃപൂർവ്വം ഒന്നുമല്ല. ഞാനിവിടെ അടുത്ത് വരുന്നെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ മാസിക ഉണ്ടെന്ന് സംബന്ധിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് വന്നത്, അത് ഒരു ഉന്തിൻ്റെ കൂടെ അത് ഒത്തെന്നുള്ളതാ. ദൈവത്തിന് മഹത്വം. സഭയ്ക്കകത്തുള്ള എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം. നീ അവിടുന്ന് അവനെ ശല്യപ്പെടുത്തി, നീ ഇങ്ങോട്ട് നീങ്ങിരുന്നു. അവൻ മര്യാദയ്ക്ക് ഇരിക്കുക. അവൻ അവിടെ ചെന്ന് അവനെ ഇങ്ങോട്ട് ഇരിക്കാൻ ഇവിടെ ഇങ്ങോട്ട് നീ അവനെ ചെന്ന് ഇങ്ങോട്ടെന്ന്. കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. യൗവനക്കാരെല്ലാം അഭിഷേകത്തിൽ നിറയ്ക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വയശക്തി കൊണ്ടൊന്നും നടക്കത്തില്ല. നിന്റെ കായബലം കൊണ്ടൊന്നും നടക്കത്തില്ല. പൊളിറ്റിക്കൽ ബലം കൊണ്ട് നടക്കത്തില്ല. മെമ്പർ എൻ്റെ ആളാ, പ്രസിഡന്റ് എൻ്റെ ആളാ, MLA ആയിട്ട് പരിചയമുണ്ട്, മന്ത്രി ഞങ്ങളുടെ അടുത്ത ആളാ, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, അതൊക്കെ നല്ലതാ. ഒന്നും നടക്കുകയല്ല. നടക്കണമെങ്കിൽ ദൈവശക്തി ഇറങ്ങണം, പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഇറങ്ങണം. സ്വയശക്തി കൊണ്ടൊന്നും നടക്കത്തില്ല. ദൈവാത്മാവിന്റെ ശക്തിയാൽ, ദൈവാത്മാവിന്റെ വ്യാപാരത്താൽ, ദൈവാത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ പോരിന്റെ ആയുധ ജടീകമല്ല, കോട്ടകളെ ഇരിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങളുടെ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുവരുന്ന ഉയർച്ചകളും പിടിച്ചടക്കണം. ദൈവശക്തികൾ നിറയട്ടെ, ദൈവകൃപകൾ നിറയട്ടെ, ആത്മവ്യാപാരത്തിൽ നിറയട്ടെ.
ദൈവാത്മാവിന്റെ പോരുകൾ അടിയട്ടെ. സാത്താന്റെ ശക്തികളെ, സാത്താന്റെ കെട്ടുകളെ അടിക്കുന്ന ദൈവശക്തി വെളിപ്പെടട്ടെ. കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ദൈവമക്കൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ശുശ്രൂഷകൾക്കെതിരെ, ആത്മമണ്ഡലങ്ങൾക്കെതിരെ പടുത്തുയർത്തിയ മതിലുകൾ ചാടിക്കിടക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ജയം, 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 ജയം. ഓ ജീസസ്. ഇന്ന് പകൽ ദൈവിക ശക്തി വെളിപ്പെടട്ടെ, ദൈവകൃപ വെളിപ്പെടട്ടെ. ഈ പകൽ ബന്ധനങ്ങൾ അഴിയട്ടെ. ഓ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ഈ ദുർമോഹം വീഴാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണമാ ദുർമോഹം. ആവശ്യമില്ലാത്ത മോഹങ്ങൾ അകത്ത് കയറിയാ നീ വീഴും. നമ്മൾ ഈ പാർക്കുന്ന പ്രപഞ്ചം, ഈ ലോകം കണ്ണിന് കൗതുകം തരുന്ന, ഇമ്പം ഉണ്ടാക്കുന്ന, ജഡത്തെ ത്രസിപ്പിക്കുന്ന, ഉന്മാദപ്പെടുത്തുന്ന, ഇക്കിളിപ്പെടുത്തുന്ന ഒത്തിരി വസ്തുതകളുള്ള ലോകമാണ്. അവിടെ കണ്ണടച്ച് നടക്കാൻ പറ്റുമോ? ഇതെല്ലാം നമ്മൾ കാണുന്നു. ഇതൊന്നും നിന്റെ അകത്ത് കയറരുത്. ഞാൻ എൻ്റെ ചെറിയ അനുഭവങ്ങൾ പറയാറുണ്ട്. എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ളവരാണ് എന്നെ കേൾക്കുന്നത്. ഇന്നാളെ ഞാൻ എവിടെയോ പ്രസംഗിച്ച് പറഞ്ഞ്, നമ്മൾ പലതും കാണുകയും കേൾക്കുകയും ചെയ്യും, പക്ഷെ ഇതൊന്നും നമ്മുടെ അകത്ത് കയറരുത്. സ്തോത്രം. ഉദാഹരണത്തിന് പൈസ നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആവശ്യമാണ്, അല്ലാതെ ഒക്കത്തില്ല. പക്ഷെ ഇത് അകത്ത് കയറരുത്. അതിനായിട്ട് കിടന്ന് പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, ഈ തീവണ്ടി യാത്രയിൽ ഒരാൾ പാടിയതാ. അത് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. അത് എനിക്കൊന്ന് ഇനി സിനിമാ പാട്ടാണോ നാടക പാട്ടാണോ എന്തോ കേട്ടിട്ടുണ്ട്. ആ വരിയാ ഞാൻ. ഈ തീവണ്ടിക്കകത്ത് ഒരു പയ്യൻ, പെണ്ണാന്ന് തോന്നുന്നു, അത് വന്ന് പാടുക. അപ്പം തീവണ്ടിയിൽ ഇരിക്കുന്നവരുടെ പിച്ച ചോദിക്കുക. അപ്പം ആ തീവണ്ടി, പഴയ തീവണ്ടി കൽക്കരിയിട്ട് കത്തിക്കുന്നത്. അപ്പം ഈ പെൺകുട്ടി പാടുക, എന്നെ വണ്ടി വണ്ടി തീവണ്ടി. ഞാൻ വരിയെല്ലാം മറന്നുപോയി. ചിലപ്പോൾ ഓൺലൈനിലുള്ളവർക്കോ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങളെല്ലാം ഒന്നും അറിയാത്തെല്ലാം സ്വർഗത്തിൽ നിന്ന് ഈ മാസികത്തിന് വേണ്ടി ഇങ്ങോട്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതല്ല. എനിക്കത് സിനിമയാണോ സിനിമാ പാട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കേട്ടിട്ടുള്ളതാ. ഏതാ സ്കൂളിൽ പാടുന്നതാണോ? എന്തോ വണ്ടി വണ്ടി. സ്കൂളിലാണ് നിങ്ങൾ പാടിക്കുക പിള്ളേരെ? സ്കൂളില്ലേ? എന്നാ പണ്ട് ഒരാൾ പാടിക്കേ. എല്ലാവരുടെ പാടണ്ട്, കേൾക്കാൻ മേല. ഒരാള് ഇപ്പൊ ആരുമില്ലേ? മുമ്പ് എല്ലാവരും സ്കൂളിൽ പോയായിരുന്നല്ലോ, ഇപ്പൊ ആരും പോയില്ലേ? ആട്ടെ. അപ്പൊ അതിനകത്തൊരു വരിയാ. അവൻ വണ്ടി വണ്ടി തീവണ്ടി കൂകിപ്പായും. എന്നിട്ട് അതിലെ ഒരു വരി ഇങ്ങനെ, ചക്രത്തിന്മേൽ നീയോടുന്നു, ചക്രത്തിനായി ഞാനോടുന്നു. ചക്രത്തിന്മേൽ നീയോടുന്നു, ചക്രത്തിനായി. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. പഴയ പ്രയോഗമാ ചക്രം. കാച്ചക്രവും അരച്ചക്രവും മുക്കാച്ചക്രം അപ്പച്ചന്മാർക്കൊക്കെ അറിയാം. വണ്ടി ചക്രത്തിന്മേൽ ഓടുന്നു, വണ്ടിക്കകത്തുള്ള ഞാൻ ചക്രത്തിനായിട്ട് ഓടുന്നു. ചക്രം ആവശ്യമാണ്, പക്ഷേ ഇത് അകത്ത് കയറരുത്.
സങ്കീർത്തനക്കാരൻ പറഞ്ഞതായിരിക്കണം നമ്മുടെ അകത്ത്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോല. ടിപിഎംകാരൊരു പാട്ട് പാടും, എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനം ആനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനം ആനന്ദത്താൽ നിറഞ്ഞിടുന്നു. നല്ല പാട്ടാ. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് പൂരിതമാകണം, നിറയണം. അപ്പൊ ഈ കാണുന്നതൊന്നും നമ്മുടെ അകത്ത് കയറരുത്. വണ്ടി ഈ നാളുകളിലെ ഈ കാലയളവിൽ വണ്ടി അത്യാവശ്യമാണ്. ദൈവദാസന്മാർക്കെല്ലാം 4 വീലർ കിട്ടട്ടെന്ന് എൻ്റെ പ്രാർത്ഥന. ഈ 2 വീലറെ ഭാര്യം വെച്ചുകൊണ്ട് നനഞ്ഞ് മഴയത്തും കാറ്റത്തും പൊടിയടിച്ചും, ഇനിയിപ്പോൾ മാസ്ക് ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല, എന്നാലും ബുദ്ധിമുട്ടാണ്. പിള്ളേരുമായിട്ട് എല്ലാവരും ഒന്നിച്ച് പോകാൻ ഒക്കത്തില്ല. അപ്പൊ എല്ലാവർക്കും ഒരേ നല്ല വാഹനം, അതൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾക്കെല്ലാം കർത്താവിൻ്റെ വരവ് വരെ താമസിക്കാൻ യോഗ്യമായ വീട്, അത് നല്ലതാണ്. പക്ഷെ ഇതൊന്നും അകത്ത് കയറരുത്. അകത്ത് കയറിയാ വീഴും, സൂക്ഷം വീഴും. സ്തോത്രം. എലീശ ചോദിച്ചില്ലേ, എടേ നീ ഓടിപ്പോയപ്പോ എൻ്റെ ഹൃദയം നിന്റെ കൂടെ വന്നില്ലേ? നീ ഒലിവുതോട്ടം അവൻ്റെ പുറകെ, കുട്ടരോഗിയുടെ പുറകെ. സ്തോത്രം. ഓർക്കുന്നില്ലേ? അതിൻ്റെ പുറകെ ഓടരുത്, നീ ഇരിക്കുന്നിടത്ത് വന്നോളൂ. അകത്ത് കയറ്. ഞാൻ ഉദാഹരണമല്ല, അനുഭവമാണ്, ഒരു ചിന്ത. നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അനേക ഇടങ്ങളിലൊക്കെ പോയി സാക്ഷിപ്പാൻ ദൈവം കൃപ നൽകി. ഈ വലിയ വലിയ വീടുകളിൽ പോയിട്ടുണ്ട് ശുശ്രൂഷയ്ക്ക്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുമൊക്കെ പോയിട്ടുള്ളതാണ്. ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നു, അത് വീടല്ല, കൊട്ടാരമാണ്. അയ്യോ, എന്തോ പണിയും പ്രതാപവും. അവിടെ കൊണ്ടുചെന്ന് വിശ്രമിക്കാനായിട്ട് 3-4 മുറി കഴിഞ്ഞാൽ എനിക്ക് കിടക്കേണ്ട മുറി കൊണ്ടുപോയത്. ഇതെല്ലാം കണ്ട് ഞാനല്ലേ ശേബാരാജി ശലോമോൻ്റെ കൊട്ടാരത്തിൽ ചെന്നതുപോലെ അന്തം വിട്ട്. അപ്പം ശങ്കാവിഷയം ഉണ്ടെന്ന് വെച്ചു. ഞാനപ്പോൾ ചോദിച്ച് എവിടെ ബാത്റൂം കൊണ്ട് കാണിച്ച് അമ്പരന്ന് പോയി. അപ്പോൾ കാണിച്ചു പുള്ളി പറഞ്ഞു, എന്നാൽ പാസ് എല്ലാം ബാത്റൂമിൽ പോയിട്ട് ഞാൻ കാപ്പി എടുക്കാം എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. ബെഡ്റൂമൊക്കെ വേറെയാ, അങ്ങ് മാറിയൊക്കെയാ, വലിയ വീടാ. ഇത് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. ഞാൻ ഇത് എവിടാ ഞെക്കേണ്ടത്, ഇത് എങ്ങനെ, ഇത് എന്താവാന്നറിയാൻ മേലാതെ കിടന്ന് വിഷമിച്ച്. അല്ല, ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറയുക, ഈ ക്ലോസറ്റും ഇത് അറിയുന്നത് ഇരിക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ അങ്ങ് ഓപ്പണായിട്ട് പറയുക. അത്രയ്ക്ക് വളരെ എനിക്ക് തന്നെയല്ല, ഇത് ആദ്യമായിട്ട് ഇതൊക്കെ കാണുകയെടുക്കും. ഞാൻ പിന്നെ ഇവിടെ സഹിഷ്ണുത ആവശ്യം എന്ന് തിരുവചനത്തിലുണ്ടല്ലോ, വളരെ സഹിഷ്ണുതയോടിരുന്നു. അദ്ദേഹം പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇത് നമുക്ക് ഒക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ രസിക്കാൻ പറഞ്ഞതല്ല, അനുഭവം. അപ്പം ബാത്റൂമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം പിന്നെ ബെഡ്റൂമും സിറ്റിംഗ് റൂമും ഒക്കെ നിങ്ങൾ അങ്ങ് ചിന്തിച്ചോ. അങ്ങനെയുള്ള വീടുകളിൽ പാർത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ അകത്ത് കയറരുത്. അത് അകത്ത് കയറിയാൽ എനിക്ക് പിന്നെ ചിന്ത വരും, ഇത്രയും ഒരെണ്ണം എങ്ങനെയും ഉണ്ടാക്കണം. ഏതെങ്കിലും ഒരു സായിപ്പിനെ കമത്തി അടിക്കണം. സായിപ്പ് കോട്ടയത്തോ ചിങ്ങവനത്തോ തിരുവനന്തപുരത്തോ വന്നാൽ കോതുകാല് വെച്ച്, കോവളത്താന്നേലും കോതുകാല് വെച്ച് അയാളെ. കാരണം എനിക്ക് ഇങ്ങനെ ഒരെണ്ണം വേണ്ടേ. പിന്നെ നമ്മുടെ പ്രാർത്ഥന, അപ്പാ ഞങ്ങൾ നിന്ദിക്കപ്പെടുവാൻ അനുവദിക്കരുത് ദേശത്ത്. ഞങ്ങള് ചുമ്മാ പട്ടി ഓലിയാനിടുമ്പോൾ നിനക്ക് വാട്ടാ. ഇതൊന്നും നിന്റെ അകത്ത് കയറരുതെന്ന്. അകത്ത് ഈ മോഹം കയറിയാ നീ വീണു പോകും. വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയട്ടെ, തെറ്റിദ്ധരിക്കരുത്. ഇനി ഇതിനൊക്കെ പല അഭിപ്രായങ്ങൾ വരും. ദൈവകൃപ കൊണ്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പോഴും വേണമെങ്കിൽ ഒരു വലിയ വീടൊക്കെ വെക്കാനുള്ള സാധ്യത, ഞാനതിനെതിരുമല്ല വെക്കുന്നവർക്ക്. ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം വീട് വെച്ചോണം അവസരം കിട്ടിയ. എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ട്. സ്ത്രീകളല്ലേ, പെണ്ണുങ്ങൾ വന്നോണേ, അമ്മാമ്മേ വീട് പണിതോ അമ്മാമ്മേ. ഇവക്ക് വന്ന് പ്രാർത്ഥിച്ചു പോയാൽ പോരെ. ഇവള് കുമ്മാമ്മയോട് ചോദിക്കുന്നത്.
ഇവള് ഉമ്മാമ്മയോട് ചോദിക്കും മനോവേദന എടുക്കുന്നത് അല്ല. ഞാൻ ഓപ്പണായിട്ട് പറയുക, ഞാൻ തമാശ പറഞ്ഞതല്ല. എന്റെ കാര്യമല്ല, ഞാൻ ഓപ്പണാ, ഇതൊന്നും രഹസ്യ കച്ചവടം ഒന്നുമില്ല. ഉപദേശമാരും അങ്ങനെ വന്നേച്ച് ഇവന് പ്രസംഗിക്കാൻ വിളിച്ചാൽ പ്രസംഗിച്ചേച്ച് പോയാൽ പോരെ. ഇവൻ എനിക്കിട്ട് പണിയേണ്ട കാര്യമുണ്ടോ വീട്? ഞാൻ തമാശയായിട്ട് ചോദിച്ചല്ലേ. പക്ഷെ ഇതുവരെ വീട് വെച്ചില്ല, അല്ല നീ വെച്ച് തരുമോ? നീ വെച്ച് തരുമോ? ഇല്ല. എന്നാ പിന്നെ നീ നിന്നെ ഏൽപ്പിച്ച കാര്യം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അയ്യോ പാസ്റ്റർക്ക് ഈ വണ്ടിയോ ഉള്ളോ? ചെല്ലി ഒന്ന് ചോദിക്കല്ലേ, പാസ്റ്റർക്ക് ഇത്ര വർഷമായിട്ട് പിന്നെ 24 വീലിന്റെ ലോറി വേണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവനെല്ലാം കിറുക്കാ. വട്ടന്മാർ ഒത്തിരി ഇതിനകത്ത് വന്നിട്ടുണ്ട്. വട്ടൻ. ഞാനൊരു കാര്യം പറയാം, ഇതൊന്നും നിന്റെ അകത്ത് കയറരുത്. ഇതകത്ത് കർത്താവിന്റെ വേലക്കാരോട് പറയാ, ഇതകത്ത് കയറിയാ നമ്മൾ വീഴും. അതൊക്കെ വരണ്ട സമയത്ത് തരണ്ടവൻ തക്ക സമയത്ത് ചെയ്തോളും. അതിനായി നീ പരിശ്രമിക്കരുത്. നീ അതിനായിട്ട് വെപ്രാളം കൂട്ടരുത്. അതിനായിട്ട് വെപ്രാളം കൂട്ടിയാൽ ആത്മീക കൃപ ചോർന്നു പോകും, അഭിഷേകം നഷ്ടപ്പെടും, നീ വീണു പോകും, നീ പട്ടുപോകും. വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. വീടും വയലും നേടുവാനുള്ള സമയമിതല്ല. കാടും മലയും ആവലോടോടി നേടുക നീയും ആത്മാക്കളെയും. കാടും മലയും ഒലിവതോട്ടം സമ്പാദിപ്പാനും വീട് നിലങ്ങളും വാങ്ങിച്ചു കൂട്ടാനുള്ള സമയമല്ല. ആത്മാക്കളെ നേടിക്കോണം. 2 മിനിറ്റ് കിട്ടിയാൽ സുവിശേഷം അറിയിച്ചോണം. സമയം കിട്ടിയാൽ ലഘുലേഖ കൊടുത്തോണം. ഒരു വ്യക്തിയോട് യേശുവിനെ പറ്റി പറയണം. ഒരു വ്യക്തിയെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മാസയം കൂടുന്നത്. ഈ മാസയം കഴിയുമ്പോൾ തീരുമാനമെടുത്ത് പോകുന്നത്, ഈ വർഷം ഞാൻ 2 ആത്മാക്കളെ നേടും. ഇന്ന് ഞാനൊരാളോട് സുവിശേഷം പറയും, ഒരു വീട്ടിൽ കയറി പ്രാർത്ഥിക്കും, എൻ്റെ യേശുവിനെ ഉയർത്തും. നീ വിശ്വസ്തയോടെ നിനക്കൊരു ദോഷവും വരികയില്ല. ഇത് അതിനായിട്ട് കിടന്നങ്ങ് പരാക്രമം എടുക്കുക, മോഹം. അപ്പുറത്തുകാർ വീട് വെച്ചു ഉടനെ ഇപ്പോഴായിരുന്നു അപ്പാ ദൈവമേ. അത് കാണുമ്പോ അങ്ങ് ദൈവമേ. അവസാനം പറയരുതമ്മ അവര് വെക്കട്ടെ. ഉണ്ട ചില സ്ത്രീകൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആണെന്നും പറഞ്ഞ് അയ്യോ. എല്ലാവരുടെയും കാര്യമല്ല. ഭർത്താവിനോട് എന്നാ പറ്റി? ഓ ഇനി എന്നാ പറ്റാനാ, എനിക്ക് എത്രയോ നല്ല കല്യാണം. അന്ന് എൻ്റെ അമ്മയുടെ അനിയത്തി എന്നോട് പറഞ്ഞ, എടി നീ ഇതിന് വാക്ക് കൊടുക്കരുതെന്ന്. ഞാൻ അതെല്ലാം അവഗണിച്ചോണ്ടാ. എന്നാ നിങ്ങൾക്കൊരു അരുതാഴിയ പോലെ. സ്തോത്രം. ഞാൻ സുവിശേഷ വേലക്കാരുടെ സഹധർമ്മിണിമാരോട് പറയാം, നിങ്ങളിവരെ മനോവേദനപ്പെടുത്തരുത്. അഥവാ അവർ വീടില്ലെന്നോ വണ്ടിയില്ലെന്നോ പറഞ്ഞാൽ നിങ്ങൾ ധൈര്യപ്പെടുത്തിക്കോണം. അച്ഛാ സുവിശേഷ വേല ചെയ്യുക, തക്ക സമയത്ത് ദൈവം ചെയ്തോളും. അല്ലാതെ കൂടിൻ്റെ കുടുംബിയെ എടുത്ത് കെട്ടിക്കൊണ്ട് പിണങ്ങി വീട്ടിൽ പോവുകയല്ല. നിങ്ങൾ വീട് വെക്കാതെ ഞാൻ ഈ വീട്ടിലോട്ട് നീ കുടുംബിക്ക് പിടിച്ച് പോകുന്നവൾ അവിടെ നാത്തൂനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അവള് നാഗസാക്കി വീണതിനേക്കാളും വലിയ ബോംബാ. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? സ്തോത്രം. ബലപ്പെടുത്തണം. ദൈവം അത്ഭുതം ചെയ്യും. ദൈവം കൈവിടത്തില്ല. ദൈവം അനാഥരായിട്ട് വിടത്തില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കല്ലേ, പാസ്റ്ററേ ഇതൊക്കെ കാര്യമൊക്കെ ശരി, വിശ്വാസമൊക്കെ ഉണ്ട്, നമ്മളൊന്ന് കിടപ്പിലായാൽ. അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്നാ, നീ അല്ല കുണം പിടിപ്പിക്കാൻ വരുമല്ല, നമ്മളൊന്ന് എന്നാ വന്ന് പറയണ്ടേ പാസ്റ്റർ ഒരു കുഴപ്പം വരികയല്ലോ, ദൈവം അത്ഭുതം ചെയ്യാം, ധൈര്യപ്പെട്, നമുക്കൊന്നിച്ച് വേല ചെയ്യാം. ഇതല്ലല്ലോ പറയാനത്. നമ്മൾ കിടപ്പിലായാൽ
അലവാകിടപ്പിലായ ദൈവം നോക്കിക്കോളും. ദൈവം നോക്കുമെന്ന് ദൈവം വിശ്വസനല്ലേ? നമ്മുടെ വക്കാലത്ത് വേണോ ദൈവത്തിന്? ദൈവം നിന്നെ അനാഥരായിട്ടൊന്നും വിടുകയല്ല. നിന്റെ സന്തതിക്കും ദോഷം വരികയല്ല. നിന്റെ സന്തതി അടപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ വഴി ഒന്നും നമുക്കറിയത്തില്ല. അവിടെ ഞാൻ ഓടിച്ചെന്ന് നിർത്താം. ഈ മോഹങ്ങളൊന്നും നമ്മുടെ അകത്ത് കയറരുത്. ഒന്ന് മോഹം, ഇങ്ങനെയുള്ള മോഹങ്ങൾ, ആശകളെ പിടിച്ചടക്കണം. ഈ സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങല ഭയങ്കരമാ, അതിലും ഭയങ്കരമാ. ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങല തിളപ്പിങ്ങ നിൽക്കും ഏകത്രപത്തനാശ ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോൽ ആശകൾ തോറും ഓടി നടക്കുന്നില്ല എണ്ണി. അതിനാൽ ആയുസുന്ന നച്ചുരതയും പാവകൃതിയും വിഴയ മോഹങ്ങളാൽ ഇല്ലോരു തൃപ്തി യവസുഷരവും പിന്നെ പാത്രവും ഉടഞ്ഞിടും. നാളെ പണ്ടൊരു തള്ള പറഞ്ഞു, അതൊക്കെ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നതിന്റെ ബന്ധനങ്ങളാണ്, ഇതുവരെ അഴിഞ്ഞിട്ടില്ല. മട്ട് പിടിച്ച തള്ളയാ, അതൊന്നും അഴിഞ്ഞിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു, അഴിക്കാനിങ്ങി വാ. ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങല ഭയങ്കരം, അതിലും ഭയാനകം ആശ ചങ്ങല. ആശ, മോഹം, തൃഷ്ണ, എന്തോ ഇംഗ്ലീഷിൽ എന്തോ അംബീഷനോ, ആഗ്രഹം. ഒരു ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ എന്നോർത്താ. നമ്മുടെ മാസയോഗമല്ലേ. ഈ ആഗ്രഹങ്ങളെ, മോഹം, ആശ. ചങ്ങലയിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങല തളപ്പിങ്ങ നിൽക്കും ഏകത്രപഥൻ. എത്ര ഇടഞ്ഞ കൊമ്പനാനെ ആണെങ്കിലും ചങ്ങല കിട്ടാ അവിടെ നിൽക്കും. കണ്ടിട്ടില്ലേ ഇടഞ്ഞ കൊമ്പനെ, മരം പൊട്ടിയ കൊമ്പനെ ചങ്ങലക്കിട്ട് 4 കാലിൽ ഇങ്ങനെ കൂച്ചു വലങ്ങിട്ട് നിർത്തിയ ഇങ്ങനെ തുമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ആടും. പക്ഷെ അവിടെ നിൽക്കും, ഇങ്ങനെ നിൽക്കും അല്ലേ? കാരണം ഇട്ടിരിക്കുക. ചങ്ങലത്തളപ്പിങ്ങ് നിൽക്കും ഏകത്രപഥൻ. അടുത്തത് ആശ ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോൽ ആശകൾ തോറും ഓടി നടക്കും. ഈ ആശച്ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ അളർക്കനെ പോലെ നടക്കും. അളർക്കൻ, പഴയ മലയാള പ്രയോഗമാണ് അളർക്കൻ. അളർക്കൻ ആർക്കെങ്കിലും അറിയാം? അളർക്കൻ അളക്കാൻ അറിയാം. നിങ്ങൾ വന്നപ്പോൾ മുതൽ എന്നെ അളക്കുക എന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് എന്നെ അളക്കുകയെന്ന്. അളക്കാൻ നിങ്ങൾക്കറിയാം, ഞാൻ അളക്കുന്ന കാര്യമല്ല. അളർക്കൻ, ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോൽ ആശകൾ തോറും ഓടി നടക്കും നിലയന്യേ. ഈ അളർക്കൻ എന്ന് പറഞ്ഞ പേപ്പട്ടി, കുക്കുരം പട്ടി, കുക്കുടം കോഴി, അളർക്കൻ പേപ്പട്ടി. നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. ആട്ടെ, ഈ മാസയോഗത്തിന് വന്നുകൊണ്ട് 3 മലയാള പദത്തിന്റെ അർത്ഥം പഠിച്ചല്ലോ, ഗുണമായല്ലോ. കുക്കുരം പട്ടി, കുക്കുടം പറ കോഴി, അളർക്കൻ പേപ്പട്ടി. ഇത് 3 പഠിച്ചേ, ഇനി മറക്കത്തില്ലല്ലോ. അപ്പൊ ഏതായാലും എന്നെ ഈ മാസയോഗത്തിന് വിളിച്ചത് ഗുണമായി. ഒന്നുമില്ല, ഈ കേരളത്തിൽ 3 മലയാള പദമെങ്കിലും. അപ്പോൾ ആശ ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോൽ പേപ്പട്ടി. അളർക്കൻ പോൽ ആശകൾ തോറും ഓടി നടക്കുന്നില്ല എന്നെ. ഈ ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ നോക്കിയാലേ പേപ്പട്ടി നടക്കും പോലെ നടക്കും. ആശച്ചങ്ങല, പേപ്പട്ടി. നിങ്ങൾ പഴയ ആൾക്കാർക്ക് അറിയാം, ഇപ്പോഴും ചിലർക്ക് അറിയാം. പേപ്പട്ടിയെ കണ്ടിട്ടുണ്ടോ? പേ പിടിച്ച നായെ. അയ്യോ, നാക്കുമെല്ലാം നീട്ടി വെള്ളം ഇങ്ങനെ ഇറ്റിട്ടിടും, വാലുമെല്ലാം താത്ത ഇങ്ങനെ അങ്ങ് നടക്കുക, ലക്ഷ്യമൊന്നുമില്ല. ആരെ കണ്ടാലും കയറി കമ്മും കടിക്കും. ആരെ കണ്ടാലും ആരെ കണ്ടാലും കടിക്കും. ഇവനെ കണ്ടാൽ നാട്ടുകാരും അടിക്കും. ഇപ്പൊ പിന്നെ പട്ടിയെ തട്ടിക്കൊല്ലരുത്, ഒരു തള്ളയാന്നേ പട്ടിക്ക് വേണ്ടി. പിന്നെ തള്ളടക്കലോട്ട് പേപ്പട്ടീനെ അങ്ങ് വിടണം. അയ്യോ, പെന്തിക്കോസുകാർ ഇപ്പം പട്ടിയെ പെരക്കാത്താന്നല്ലേ വളർത്തുന്നേ. ബ്രൂണോ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി. ബെഡ്റൂമിൽ നീയും പെമ്പളയല്ലേ വിശ്രമിക്കണ്ടേ? പട്ടിയാന്നോടാ.
എനിക്ക് മനസ്സിലാകുന്നില്ല. അയ്യോ ഇവനല്ല മട്ട, കട്ടിലെ പട്ടിയായിട്ടേക്കുക, പിന്നെ പെമ്പളെ എവിടെ കിടക്കണം? എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. പട്ടിയെ വളർത്തുന്നതും പട്ടിക്ക് കൂടുണ്ടാക്കണം, അല്ലേ എന്റെ മര്യാദ? യോ ഒരു വീട്ടിലോട്ട് പ്രാർത്ഥനയ്ക്ക് എന്നതാ, ഞാൻ നേരത്തെ അങ്ങ് ചെന്ന് പോയി. അയ്യോ അകമാണ് വെട്ടിപ്പോയി, പോയൊരു പട്ടി. പിന്നെ അകത്തിരുന്ന് പറഞ്ഞ ഒന്നും ചെയ്യത്തില്ല, നിന്റെ പെമ്പളെ ഒന്നും ചെയ്യത്തില്ലായിരിക്കും. പട്ടിക്ക് അനീഷ്കാവാലം വന്നത് പട്ടിക്ക് വല്ല ബോധമുണ്ടോ? ഈ ബെടലേനെയൊക്കെ എന്നാ ചെയ്യണമെന്നാ ഓർക്കുന്നത്. ഞാൻ തമാശ പറഞ്ഞല്ല. ഞാൻ നിർത്തുക, സമയമായി. ഇനിയിപ്പോ ഒന്നും പറയാനില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. ആശച്ചങ്ങലെ അകത്ത് കയറിയാൽ പേപ്പട്ടി നടക്കുന്നത് പോലെ നടക്കും. നിന്റെ സ്വസ്ഥത കെടും, ഏകാഗ്രത കിട്ടത്തില്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഭംഗമുണ്ടാകും, പ്രാർത്ഥിക്കാനൊക്കത്തില്ല, ആരാധിക്കാൻ പറ്റത്തില്ല, വചനം ശാന്തമായിട്ട് ധ്യാനിക്കാനൊക്കത്തില്ല. കാരണം ഈ ആശകളകത്ത് ഇങ്ങനെ നിൽക്കുകയല്ലേ, ഇങ്ങനെ കുതിർന്ന് നിൽക്കുക ആശകള്. പേപ്പട്ടി നടക്കുന്നത് പോലെ അവസാനത്തെ ഗതി എന്നാന്നറിയാമോ? തല്ലിക്കൊല്ലും. അതുകൊണ്ട് ദൈവമക്കൾ ഇങ്ങനെയുള്ള ആശകളെ പിടിച്ചടക്കണം. ദുർമോഹം നമ്മുടെ അകത്ത് കയറരുത്. ഞാൻ തമിഴിലെ വാക്യമൊക്കെ വായിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങളെ ഇരുത്തിയത്, എന്നാലും നിങ്ങൾ അനുസരിച്ചു. സമയം പോയി, എനിക്കും പോകണം. കർത്താവ് അനുവദിക്കുകയാണെ നമുക്ക് പിന്നീട് എന്നേലും ഒക്കുന്നെങ്കിൽ ദൈവഹിത വാന്നയൊക്കെ ചിന്തിക്കാം. ഇന്നിപ്പോൾ എല്ലാത്തിനും സമയപരിധി ഉണ്ടല്ലോ. ഇന്നൊരു തീരുമാനമെടുത്ത് പോകണം. ആവശ്യമില്ലാത്ത മോഹങ്ങളെയെല്ലാം ശാസിക്കണം, അതിനെയെല്ലാം പിടിച്ചടക്കണം. ആരും വീണു പോകരുത്, ആരും പട്ടുപോകരുത്. നമ്മൾ ഒരു പാട്ടിൻ്റെ വരി ഇങ്ങനെ പാടും, അതിപ്പോൾ പാടി ഞാനങ്ങ് നിർത്താം. ദൈവത്തിന് സ്തോത്രം. ആ വരി എല്ലാവർക്കും അറിയാവുന്ന ഒരു വരിയാ. ആശാപാശമാകും കുറ്റികൾ മുറ്റുമാ അറുത്തു നീക്കണം. ആശാപാശമാകും കുറ്റികൾ മുറ്റുമാ നീക്കണോ. അമ്മൻ കണ്ടിടൂ പ്രിയനെ ഞാൻ കണ്ടിടൂ, അന്യനല്ല സ്വന്ത കണ്ണൻ. ഓ കണ്ടിടൂ പ്രിയനെ ഞാൻ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ ആമ്പേനേ യേശുവേ മണാളനേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ മാസയോഗത്തിൽ വന്ന് സംസാരിപ്പാനും ശുശ്രൂഷിപ്പാനും ദൈവം കൃപ നൽകി ക്ഷണിച്ച കർത്തദാസൻ, ഈ സെന്ററിന് ചുമതല വയ്ക്കുന്ന കർത്തദാസൻ, അധ്യക്ഷൻ, മറ്റ് കർത്തഭൃത്യന്മാർ, വിശ്വാസികൾ എല്ലാവർക്കും നന്ദി. ഒരപേക്ഷ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും രഹസ്യ പ്രാർത്ഥനയിലും ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെയും വിശേഷിച്ച് ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.